നമ്മുടെ ഐഫോൺകാർക്ക് മൊത്തം തേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഇന്നത്തെ ലോബി ആൻഡ്രോയിഡ് ഓൺലി വേണമെങ്കിൽ പറയാൻ പറ്റാറില്ല. എന്തായാലും കുറേ ട്രിക്സും ടിപ്സൊക്കെ വന്നിട്ട് മിക്കവാറും മറ്റൊരു പണി തവരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും മുത്തുമണി കൂടിൻ്റെ എന്തായാലും പിള്ളേരൊക്കെ വന്നിട്ടിരിക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ മാൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ഗ്രൂട്ട്. സോ ഞാൻ ഓർക്കുന്ന ഗ്രൂട്ടാണ്. എന്തായാലും പിള്ളേരോട് ഇങ്ങനെ ഓടിച്ചായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നോക്കാം, നമ്മുടെ മുത്തുമണി കൂടിൻ്റെ അപ്പോൾ കാണുന്നവർക്ക് ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ കാണുന്ന ലൈവ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം വേറെ നല്ല നമുക്കറിയാമല്ലോ. ഒരു ദിവസം ലോഗിൻ ചെയ്യുന്നിട്ട് മൊഡ്ഡെക്സ് ഞങ്ങൾ എന്തായാലും സമയം 6 മണി കഴിഞ്ഞുകൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ മുത്തുമണി എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. വേറെ പ്രശ്നം എന്താ അറിയില്ല. എന്തായാലും ഗൈസ് കാണുന്നവർക്ക് ഒരു മെസ്സേജ് അയക്കുക. നമ്മുടെ IAS ആർക്ക് കിട്ടിയ പണിയുടെ കഥകൾ കേൾക്കാൻ പറയുക. IAS ആർക്ക് മൊത്തത്തിലാണ് പണി കിട്ടിയത്, പബ്ജി മാത്രമല്ല. IAS ആർക്ക് മുട്ടൻ തേപ്പിടിയെന്ന് വെച്ചാൽ IASൻ്റെ മിക്ക ആപ്സ് ഇപ്പോൾ യൂസ് വർക്കാവില്ല. കാരണം മുട്ടൻ എല്ലാത്തിലും പണിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ 80 പേര് അങ്ങനെ 80 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നമില്ല. പിള്ളേരെ കൂടെ ഒന്ന് ഓടിച്ചാടി നടക്കുന്നുണ്ട്. എന്തെങ്കിലും കാണുന്നവർക്ക് ഒരു മെസ്സേജ് അയക്കുക. അതേ കാണാതെ ഇപ്പോൾ സാധനം വന്നിട്ടുണ്ട്. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ മോർ ഡേറ്റിന് മുത്തോണ്ട് ഡിസ്കൗണ്ട് ഒക്കെ എന്ത് താഴെ തുടങ്ങാം. താഴെ ഇന്നലെ വിട്ടിരിക്കുന്ന നമ്മുടെ റൂം പോസ്റ്റ് നമ്മുടെ ഡ്രൈക്ക് ആണ്. ഫോട്ടോ എടുക്കുന്നുണ്ട്. സൗണ്ട് കുറച്ച് നോക്കുക കുറച്ച്. എന്തായാലും നമ്മുടെ മാൻ്റെ മുത്തോണ്ട് 2 സ്കോഡ് നമ്മുടെ ഈസി ഉണ്ട്. നമ്മുടെ മാൻ മോക്സ് ഉണ്ട്, നമ്മുടെ ജോക്കർ ഉണ്ട്, ഡിമിട്രിയസ് ഉണ്ട്, ഫ്രെഡി ഉണ്ട്, മാൻ ലിയോക്ക് ഉണ്ട്, സോങ് ഉണ്ട്. തൊട്ട് മുകളിൽ നമ്മുടെ അയോൺ ഉണ്ട്, നമ്മുടെ അയോണ്ട് സൈക്കോ, നമ്മുടെ സൈക്കോ ഉണ്ട്, അതുപോലെ തന്നെ ഫിക്കോ ഉണ്ട്, നമ്മുടെ ടൈഫോൺ ഉണ്ട്, നമ്മുടെ വോൾഫെയിം ഉണ്ട്, തൊട്ടടുത്ത് നമ്മുടെ NDT സിനിസ്റ്ററും ഉണ്ട്, അതുപോലെ നമ്മുടെ 8DBയിലാകെ ഏജൻറ്റ് മാത്രമാണ് ബാക്കി തോന്നുന്നുണ്ട്. അതുപോലെ ഇൻവിറ്റീസ് നമ്മുടെ നെറ്റോനും മസൂദും കിഷോറും ഉണ്ട്, ഡാർക്ക് സോളും. തൊട്ടടുത്ത് നമ്മുടെ LST ആണോ അല്ല LSTയും മോട്ടെക്സും ചേർന്നുള്ള ഒരു കട്ടക്കുള്ള ഗ്യാങ് ആണ്. അത് LSTയും ഉണ്ട്, മോട്ടെക്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്തായാലും ഒരു AVL ടീം എന്നുള്ളത് പറയാൻ പറ്റും. തൊട്ടടുത്ത് നമ്മുടെ സീറ്റാണ് റീഗലുണ്ട്, റെഡ് സ്മോക്കർ ഉണ്ട്, ജോക്കർ ഉണ്ട്. പറയാൻ പറ്റിയില്ല, എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് കാണുന്നവർക്ക് ഒരു മെസ്സേജ് അയക്കുക. എല്ലാവരും ഒന്ന് കാണുക, നിങ്ങളുടെ ടീമിന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ക്ലയൻറ്റിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ക്ലയൻറ്റ് പവർ കാണിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ ഇറങ്ങൽ എന്നപ്പോൾ അറിയില്ല. നമ്മുടെ സ്വന്തം ഗ്രാഫിക്സ് കൂട്ടിയുള്ള നമ്മുടെ മൂവി സ്റ്റൈൽസിൻ്റെ ലുക്കൊക്കെ കാണണം ഗൈസ്. അപ്പം എന്തെങ്കിലും നോക്കാം. നമ്മുടെ ടീം സ്ലോ നമ്പർ 1 നമ്മുടെ AVL ടീമിൽ റേറ്റിൻ്റെ പിച്ചും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. സൈബർ അലക്സ് തൊട്ടടുത്ത് ഹെയിലാണ്. സ്ലോ നമ്പർ 2 നമ്മുടെ ഹെയിലുണ്ട്. 3 നമ്മുടെ ഈബിന് മുത്തോണിസും, 4 നമ്മുടെ മാൻ്റെ വിസാർഡിങ് കയറ്റം മാത്രമാണ്. 5 നമ്മുടെ റേറ്റിൻ്റെ ഫുൾ ടീമുണ്ട്. 6 നമ്മുടെ L4D2 ആണ്. തൊട്ടടുത്ത് നമ്മുടെ മോഡെക്സ് ഉണ്ട്. അത് 8 നമ്മുടെ ടെറും, 9 നമ്മുടെ LNX ഉണ്ട്, 10 നമ്മുടെ ഈബിരസ് മുത്തുമണീസും, 11 നമ്മുടെ ഫാൽക്കു നമ്മുടെ ഫോളോണാണ്, ഫോളോട്ടാണ്. അതുപോലെ 12 നമ്മുടെ 0 റെസ്പെക്റ്റും, 13 നമ്മുടെ TXNS ഉണ്ട്, 14 നമ്മുടെ മോഡെക്സ് ഉണ്ട്, 15 നമ്മുടെ മോഡെക്സ് കിങ്ങും, MRC 7 മടങ്ങുന്ന ഒരു AVL ടീമാണ്. 16 നമ്മുടെ MRCയും, 17 നമ്മുടെ മോട്ടെക്സിൻ്റെ പിള്ളേരും കൂടെ നമ്മുടെ ലിസ്റ്റും ഉണ്ട്. തൊട്ടടുത്ത് നമ്മുടെ 15 സീറ്റാണ്. സീറ്റ് റീഗലും ഓൾമേറ്റും പിള്ളേരും ഉണ്ട്. 19 നമ്മുടെ ഇൻവിറ്റീസും, 20 നമ്മുടെ 8DB ഏജൻറ്റ് സോളോ കളിക്കുന്നുണ്ട്. 21 നമ്മുടെ T20, 22 നമ്മുടെ അയോണും, 23 നമ്മുടെ മാൻ മർസീസും, 24 നമ്മുടെ മാനിൻ്റെ പിള്ളേരും, 25 ഫുൾ മാനാണ്. സോ ഗൈസ് അപ്പോൾ നമുക്ക് വിമാനം ഏകദേശം ഒരു നടുവിൽ നിന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ചെരിവുണ്ട്. എന്തായാലും ചെരിവുള്ളതുകൊണ്ട് എന്തായാലും പിള്ളേർ എന്തായാലും കട്ടിക്ക് സ്പ്ലിറ്റ് ആകും എന്തായാലും അത് ഉറപ്പാണ്. കാരണം ചെറിയൊരു ചെരിവ് മാത്രമാണ്. ഇപ്പോൾ കാണുന്നവർക്ക് ഒരു മെസ്സേജ് അയക്കുക ഗൈസ് പ്ലീസ്. സോ നമുക്ക് നോക്കാം ചാട്ടം. സോ ആദ്യത്തെ ചാട്ടം ചാടുന്നത് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. സോ ആദ്യത്തെ ചാട്ടം നമ്മുടെ 8DB ഏജൻറ്റ്, ഇത് സോളാണ്. മച്ചൻ സോളോ കയറിയുണ്ട്. 0 റെസ്പെക്റ്റിന് മുത്തുമണി അവിടേക്ക് ചാടിണ്ട്. മച്ചന്മാരെ എങ്ങോട്ടാന്ന് കണ്ടറിയണം. മതി അവർ സെവറിനെയാണോ അതോ ഏതൊരു വീട്ടിലേക്കാണോ നല്ല വണ്ടിയൊക്കെ എടുത്ത് ചാടിണ്ട് മച്ചന്മാരൊക്കെ. ഓക്കെ, താനോസ് മാത്രമാണ് ചാടിയത്. താനോസ് മാത്രം എന്തുകൊണ്ട് ചാടിയെന്ന് അറിയില്ല. എങ്കിലും താനോസ് ഒറ്റയ്ക്ക് ചാടിയിട്ടുണ്ട്. 0 റെസ്പെക്റ്റിൻ്റെ പിള്ളേർ എന്തെങ്കിലും ചാടിയില്ലാതെ മച്ചന്മാർക്ക് പണിപാട് നല്ല നമ്മുടെ താനോസ് മാത്രം നിലത്തേക്ക് പോകും. നമ്മൾ കൂടിയ മൂന്നെ താനോസിനെ ആരും ഫോളോ ചെയ്യാത്തതുകൊണ്ട് പണിപാടുണ്ടെന്നില്ല. താനോസ് എങ്ങോട്ടോ പോകുന്നുണ്ട്. അതേ 0 റെസ്പെക്റ്റിൻ്റെ താനോസിന് എന്ത് പറ്റി? സോ ഗൈസ് അപ്പോൾ ബാക്കിയുള്ളവർ എവിടെ വെച്ചാൽ നമ്മുടെ റസോക്കിലേക്ക് ഒരു പടവുണ്ട്. റസോക്ക് മൂന്ന് ഇവിടെ വിഷ്ണി പിള്ളേരും തൊട്ടടുത്ത് നമ്മുടെ വാട്ടർ സീറ്റിൽ വാൽക്കുൻ്റെ പിള്ളേർ അവിടെ നിന്ന് മാറിയിരുന്നുണ്ട്. റേറ്റിൻ്റെ പിള്ളേർ T20 ഒരുമിച്ച് തന്നെ റസോക്കിൽ റെഡുണ്ട്. അവിടേക്കും പ്രശ്നമില്ല. പക്ഷേ ജോർജ് പുള്ളി നമ്മുടെ ഇൻവിക്ടീസും സൈബർ അലക്സും പിള്ളേരും സ്കോർ നമ്പർ 1 ഉണ്ട്. എന്തായാലും അവിടുത്തെ കാര്യം ഏതാണ്ട് തീരുമാനം. മോനെ പെട്ടെന്ന് നമ്മുടെ കൊച്ചിങ്കിലേക്ക് പോകാം. കൊച്ചിങ്കിലേക്ക് ഒരു പട തന്നെയാണ്. ഒരു
ഏകദേശം ഒരു 4 സ്ക്വാഡ് കൊച്ചിങ്ങിലേക്ക് ഉണ്ട്. അപ്പോൾ കൊച്ചിങ്ങിൽ ഒരു അടിപ്പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ് 4 പേര് കാണുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഒരു മെസ്സേജ് കേസ് വളരെ ഉപകാരമായിരിക്കും. അത് കേസ് ഇവിടെ നിന്ന് ചാടി ഇറങ്ങുന്ന മോനെ നമ്മുടെ L4 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ DXNS ഉണ്ട്, അതുപോലെ തൊട്ടടുത്ത് ആരാണുള്ളത്. ഓക്കെ, നമ്മുടെ മോഡെക്സിനുള്ളവർ റിട്ടയറിൻ്റെ പിള്ളേർ മോഡെക്സിനുള്ളവർ ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ കയറുന്നുണ്ടെങ്കിലും അവിടെ അങ്ങ് ദൂരെ നമ്മുടെ MRC നമ്മുടെ മോഡെക്സ് കിങ്ങോട് മോനെ സ്ലോട്ട് നമ്പർ 4 മാൻ വിസാട്ട് അത് സോളോ കളിച്ച് മച്ചാടി അവിടെ വരുന്നത് ഓടി. എന്തായാലും മട്ടികളിക്കിന് എവിടെ വേണമെങ്കിലും പൊട്ടാൽ മതി. എല്ലാവരും ഒരുമിച്ച് തന്നെ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ മോനായിത്തട്ടെ ഇനി എവിടെ പൊട്ട് വന്ന് കണ്ടു മോനെ കൊടുക്കുന്നത് നമ്മുടെ മോനെ ആരാണ്. ഓക്കെ, എവിടേക്ക് അടിപെടുന്നുണ്ടെങ്കിലും L4D2 ആണോ അത് എവിടെ അടിപെടുന്ന എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇവിടെ എല്ലാവരും കട്ടി മോനെ അടിപെടുന്നു. എവിടെ ഒരു വീഡിയോ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് നെയ്ഡുകൾക്ക് വാരി മോനെ കൊടുക്കുന്നു നമ്മുടെ മോനെ നമ്മുടെ മാൻ വിസാട്ടിന് അടിച്ച് തീർക്കുന്നു, യൂസിക്കിട്ട് തീർക്കുന്നുണ്ട്. എന്തായാലും മേക്കത്തിന് ഷോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ചേരുമ്പോൾ എന്തായാലും ടോക്കിയോ L4D2 ടോക്കിയോ എന്തായാലും ലിറ്റാണ്. എന്തായാലും മച്ചനെ അങ്ങോട്ട് ഓടി പോകുന്നു മോനെ തൊട്ടിട്ട് L4D പിള്ളേർ ഓടിപ്പോകുമ്പോൾ ആദ്യം 3 എവിടെ നിന്ന് റെഡി വരുമോ ഇല്ലേ. മോട്ടെക്സിനുള്ള തൊട്ടിട്ട് ടെയറിൻ്റെ പിള്ളേരുണ്ട്. ഈവിളുണ്ട് മോനെ മോനെ ഒരു നേട് കുറിക്കുന്നത് ടെർലൈനോ കണ്ടു. ടെർലൈൻ അവിടെ കണ്ടെങ്കിലും ഒരു നേട് ടെർലൈൻ വിടുമോ. അത് മാൻ ഗേറ്റിനെ അടിച്ച് നമ്മുടെ DXN ടെക്കിയില അതൊരു ടെക്കിലാക്കണ ശ്രമത്തിൽ മോനെ മാനിൻ്റെ പിള്ളേർ മാത്രം കൊമ്പൻ ഇവിടെ കൊമ്പൻ അവിടെ തിരിച്ചടിക്കുന്നുണ്ട്. കൊമ്പൻ മോനസ് അവിടെ കൊമ്പനും പണി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ടെറിന് മാൻ മേഴ്സിൽ മോഡെക്സിനുമായി ഒരു മാൻ മേഴ്സിലെസിൻ്റെ ഒരു നേട് ഉണ്ട്. അത് എവിടെ നല്ലതില്ല മോനെ കാണുന്നു ചാടി ഇറങ്ങി ഓടുന്നുണ്ട് പിള്ളേർ. അത് ടെറിന് പിള്ളേർ ഓടിച്ചിട്ട് അടിക്കാനുള്ള ശ്രമമാണ് അതിൽ നമ്മുടെ മോഡെക്സിന് ഉത്തരത്തിനും പോകുമ്പോൾ ടെറിന് പൈത്തിനതിൽ മോഡെക്സ് കൊമ്പൻ ഇവിടെ ആരെയും നോക്കുന്നുണ്ട്. അത് മോഡെക്സ് കൊമ്പൻ നോക്കുമ്പോൾ മോഡെക്സ് കൊമ്പൻ ഉണ്ട്. അതിൽ കൺഫേമുകൾ പോക്കാണത് മോനെ മോഡെക്സ് കൊമ്പൻ കിട്ടുമ്പോൾ അത് ഇട്ട നോക്കുന്നതിൽ കൺഫേമുള്ള ശ്രമമാണ്. അത് ഓടിച്ചടിക്കുന്നു മോനെ തീർക്കുന്നു അടിക്കുന്നു. ഇതിൽ ഷോട്ട് ഗണ്ണാണ് ഷോക്ക്. പക്ഷേ മോനെ ഇതെന്തത് എനിക്കൊന്നും മനസ്സിലായില്ല. മച്ചൻ നേരെ വേടിക്കുന്നത് അവിടെ ബുള്ളറ്റൊക്കെ വളഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗ്ലിച്ചാണ് വേറെ ഒന്നല്ല. വേറെ പ്രശ്നത്തിലൂടെ നമ്മുടെ ആരാണ് നമ്മുടെ L4D2 വേഴ്സസ് നമ്മുടെ മുത്തുമണി സാറാണ് ഇവിടെ തൊട്ടടുത്തുള്ളത് L4D അടുത്ത്. പക്ഷേ അവിടെ നമ്മുടെ മോട്ടെക്സിൻ്റെ കിങ് ഉണ്ട്. ഓക്കെ, കിങ്ങും നമ്മുടെ DXNS അവിടെ മോനെ മോട്ടെക്സിൻ്റെ ജപ്പാൻ മോനെ ചാടി ഇറങ്ങി വരുന്നത് നമ്മുടെ ടെറിൻ്റെ പൈത്ത് മോനെ ചാടി വരുമ്പോൾ അതെ ടെറിൻ്റെ പിള്ളേർക്ക് പണി വളർന്നുണ്ട്. ടെറിൻ്റെ പിള്ളേർ പോയി. ഇനി ലയൻ മാത്രമുണ്ട്. ലയൻ ഇനി ഒറ്റയ്ക്ക് എന്തെങ്കിലും ലയൻ വിട്ടടിക്കിടുന്നുണ്ട്. ലയൻ ചാടി ഓടി വിടുന്നുണ്ട്. അവിടെ നല്ല ഇട്ട നോക്കളെല്ലാം തീർത്ത് വിടുന്നുണ്ട്. നമ്മുടെ മോഡെക്സിൻ്റെ കിങ് അവിടെ മോഡെക്സിൻ്റെ പിള്ളേർ തന്നെ പിന്നിൽ നിന്ന് അടിക്കുന്നുണ്ട്. പിന്നിൽ നിന്ന് കുത്തുന്നു. അതൊരു ബ്രൂട്ടസ് ആവുന്നു. നമ്മുടെ സ്വന്തം കിങ്ങാണ്. കിങ് എന്തായാലും പിന്നിൽ നിന്ന് അടിക്കുന്നുണ്ട്. അതിൽ മോഡെക്സിൻ്റെ പിള്ളേർക്ക് അത് ഇട്ട് നോക്കുമ്പോൾ ഒരു നേട് കുക്കുമ്പോൾ അത് മോഡെക്സിന് നെക്സസ് ഉണ്ട്. നെക്സസ് മോനെ ഒരു നേട് വരുന്നുണ്ട്. നേട് അവിടെ വരുന്നത് നേട് മോ ഇങ്ങോട്ട് വരുന്നില്ല മാൻ. ഓക്കെ, ഇവിടെ നേരിട്ട് പക്ഷേ പാളിപ്പോയിട്ടുണ്ട്. അതിൽ നേരിട്ട് പുള്ളിനെ പുഷ് ചെയ്യുന്നില്ല. എന്തായാലും മോനെ എവിടേക്ക് മാൻ്റെ പിള്ളേർ വേറെ എവിടേക്ക് അടി വിടുന്നുണ്ട്. അതെ കൊച്ചിങ്ങിൽ പക്ഷേ ഒരു ലോഡ് പടം അതൊക്കെ പ്രിംറോസിൽ ഒരു 3 സ്ക്വാഡ്, കൊച്ചിങ്ങിൽ ഒരു 4-5 സ്ക്വാഡ് ഉണ്ട്. അതിൽ മോനെ അടുത്തടി മാൻ ലുക്കൊക്കെ മാൻ വേഴ്സസ് മാൻ അടിക്കുന്നുണ്ടെന്ന് ഇവിടെ അവിടെ നിന്ന് വിടാം. അതായത് അടുത്തടി ഇവോ ഐസാണ് L4D2 നമ്മുടെ ഇവോ തമ്മിലൊരു അടിപെടുന്നുണ്ട്. ഇവോ ഐസ് അവിടെയാണ്. ഓക്കെ, ഇവോ ഐസ് അവിടെ ഇവോ ഐസ് അവിടെ ഉണ്ട്. ഇവോ ഐസ് നമ്മുടെ L4D പിള്ളേരുടെ അടി പൊട്ടിക്കുന്നുണ്ടെന്നല്ല ഇവിടേക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മോനെ ഇവിടെ ചേട്ടാ ഇതിപ്പോൾ എവിടെ അടിപൊളി സത്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്തെങ്കിലും മോനെ നമ്മുടെ മോനെ അവിടെ L4D പിള്ളേർ മോഡെക്സിൻ്റെ ഈവിളിൻ്റെ പിള്ളേർ അവിടെ നോക്കാണ്. അതിൽ മോനെ ഒരു നേട് മോനെ കൊടുക്കുന്ന നമ്മുടെ മോഡെക്സിന് സിക്ക് ഒരു നേട് കൊടുക്കുമ്പോൾ അത് മിക്കവാറും നമ്മുടെ ഈവിളിൻ്റെ തലയിൽ വന്ന് വിട്ടു. അത് ഈവിളിനെ തീർത്ത് വിടുന്ന മോനെ നമ്മുടെ മോഡെക്സ് കിങ്ങാണ്. അതിൽ മോഡെക്സിൻ്റെ പിള്ളേർ അതിൽ മോഡെക്സിന് തീർക്കുന്നത് L4D MRC സാൻഡിന് തീർക്കുന്നില്ല. മോഡെക്സിൻ്റെ കിങ് മാത്രമാണ് MRC സാൻഡ് മോനെ സിനിസ്റ്ററിൻ്റെ റൈറ്റിന് പിള്ളേർ മാറ്റി അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അതിന് മുന്നേ റൊസോക്കിൽ അടിപൊളി. അതിൽ കൊച്ചിങ്ങിൽ അടിയാണ് എപ്പത്തിരുന്ന് കണ്ടൊരു മോനെ ഓടിച്ചടി വരും നമ്മുടെ MRS അടിച്ചു നമ്മുടെ L4D. അതുപോലെ തന്നെ പിന്നിൽ നിന്ന് അടിക്കുന്നു നമ്മുടെ മോഡെക്സിൻ്റെ കൊമ്പൻ വേണമെങ്കിലും കൊമ്പൻ പിള്ളേരുണ്ടെങ്കിലും സ്ക്വാഡുകൾ ഇങ്ങനെ തീർത്തുകൊണ്ട് വരുമ്പോൾ അതെ മോഡെക്സിൻ്റെ ഡോട്ട് വൈറ്റും പിള്ളേർ ഉണ്ടെന്നില്ല. ഡോട്ട് വൈറ്റുമായും ഒരു സൈഡ് നിൽക്കുമ്പോൾ മറുസൈഡിൽ നമ്മുടെ മോഡെക്സിൻ്റെ ഉള്ളിൽ മാത്രമാണ്. ഇവിടെ നമ്മുടെ ആരാണ് മേരിയോട് നോക്കുമ്പോൾ നിഞ്ചയും ഡോക്കിയുണ്ട്. അങ്ങ് ദൂരെയാണ്. എന്തായാലും ഇവിടെ നമ്മുടെ മോഡെക്സിൻ്റെ പിള്ളേരാണ്. എന്തായാലും ഇനി വെറും 3 ടീമുകൾ മാത്രമാണല്ലോ. TXNS ഉണ്ട്. TXNൻ്റെ പിള്ളേരാണ്. അത് വിസാട്ട് കൊടുക്കുന്ന ഡോട്ടിനിട്ട് മോനെ എസ്കിന് കൊടുക്കുമ്പോൾ തിരിച്ചവിടെ മോഡെക്സിൻ്റെ സിക്കാണ് മോനെ നമ്മുടെ ഒരു UMPയുടെ നല്ലൊരു ചാമ്പ് അടിച്ച് നോക്കുന്നുണ്ട്. സോ ഇവിടെ ഡോട്ട് ജസ്റ്റ് വിസിറ്റ് അതിൽ മോനെ സിക്ക് ഒരു നേരിട്ട് കൊടുക്കും. അതെ മോഡെക്സ് കൊമ്പനെ ഒരു നേരിട്ട് തീർക്കും. നമ്മുടെ സ്വന്തം പിള്ളേരാണ്. L4D പിള്ളേർ കയറി അടിച്ച് തീർക്കുന്നുണ്ട്. നമ്മൾ തീർത്ത് വിടുന്ന നമ്മുടെ ടോക്കിയാണ്. എന്തായാലും അവിടെ നട്ടി കൊടുക്കണം നോക്കുന്നത്. ഇവിടെ TXNSൻ്റെ നോക്കുകൾ എന്തൊക്കെ കണ്ടാലും TXNS അവിടെ TXNSൻ്റെ അവിടെ നമ്മുടെ ഇവോ ഐസ് ഇവിടെ റബ്ബെടുക്കുന്നുണ്ടെങ്കിൽ പിള്ളേർ വിളിച്ച് ഒരു നേരിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ നോക്കേണ്ടത് ആരാണ് നമ്മുടെ LSD ലിഗോലോസ് ആണ്. ലിഗോലോസ് ഇവിടെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ T40 മോനെ അവിടെ എവിടേക്ക് അടിപൊളി മോനെ നമ്മുടെ ആരാണ് സിക്ക് ആർക്കോട്ട് അടിക്കുന്നതിൽ മോനെ TXNS ഉണ്ട്. TXNSൽ ഫുൾ സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ വേറെ ആരും അടിച്ച് തീർത്ത്. എന്തായാലും ഇവിടെ എല്ലാവരും പിള്ളേരും ബ്രോക്കൺ മണ്ട തൊട്ടപ്പുറത്ത് തന്നെ അടി പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നോക്കാം. ഇവിടെ അതേ മോനെ നേടുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സമയം പല നേടുകൾ വരുന്നുണ്ട്. അതിൽ നേടുകളെല്ലാം പുറത്തേക്കാണ്. അതിൽ കയറി പുഷ് ചെയ്യുമ്പോൾ അതിൽ മോനെ കൊടുക്കുന്നു താങ്ങാറ് നമ്മുടെ മോഡെക്സിൻ്റെ ഡോട്ടാണ്.
എന്തായാലും നേടുകളെല്ലാം വാരി എറിയുന്നുണ്ട് നമ്മുടെ ടി എക്സ് എൻ സ്മോക്കിൾ വാരി എറിയുമ്പോൾ ഹണ്ട് എന്തെങ്കിലും കാണാം. അവിടെ സിനിസ്റ്ററും റേറ്റ് നമ്മൾ അടിപൊടുന്നുണ്ട്. റോസോക്കിൽ നല്ലൊരു കിടിലിന് അടിപൊടുന്നുണ്ട്. സോ ഗൈസ് ഇവിടെ ടി എക്സ് എൻ എസ് വേഴ്സ് നമ്മുടെ മോട്ടെക്സ് എന്നതിൽ മോൻ ഇവിടെ ഹണ്ടോട് നിൽക്കുമ്പോൾ അടി പൊട്ടിക്കാറില്ല. ഹണ്ട് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പിൽ മോൻ കൊടുത്ത് ഫുഡ് സ്റ്റെപ്പിലും കൊടുക്കാൻ നിൽക്കുമ്പോൾ തൊട്ട് നമ്മുടെ മോഡക്സിൻ്റെ ചാവനുണ്ട്. മിക്കവാറും സൈഡിൽ നിന്ന് മോഡക്സ് ചാവനും പിള്ളേർ അടിച്ച് പഞ്ഞി കിടങ്ങിയ മോനയുടെ L4D ഉണ്ട്. L4D പിള്ളേർ വന്നാലും ഫൈറ്റ് എടുക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ഇവിടെ മോഡെക്സിൻ്റെ കയ്യിലൊരു പിസ്റ്റോളും എല്ലാം റീലോഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പിള്ളേർ അവിടെ നിന്ന് വലിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ നോക്കാം ഇവിടെ മോനെ ആരാണ് ലീഗൽലെസ് ആണ്. എന്തെങ്കിലും DXNസിൻ്റെ കാര്യം തീരുമാനമുണ്ട്. മുകളിൽ നോക്കാം റേറ്റിനുള്ള നമ്മൾ ടി ഇട്ടിട്ട് മോനെ അടി പൊട്ടിക്കുന്നു. മോനെ കൊടുക്കുന്നുമുണ്ട്. എന്തെങ്കിലും മാർക്കിട്ടാന്ന് അറിയില്ല. എന്തെങ്കിലും ഇവിടെ ഓക്കെ പിന്നിൽ ഒരു നമ്മുടെ നീഞ്ച വീട്ടിൽ അടിച്ച് ഒതുക്കുന്നുണ്ട്. നമ്മുടെ സിക്കാണ് സിക്ക്. പക്ഷേ നമ്മുടെ ടോക്കിയോ അവിടെ കട്ടയ്ക്ക് കവറിൽ വന്നിട്ടുണ്ട്. ടോക്കിയോടെ കവറിലൊക്കെ നമ്മൾ പിള്ളേർക്ക് കയറി പുഷ് അറിയില്ല. ചുറ്റും സ്മോക്കിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുത്തുമണീസ് എന്തായാലും ഇവിടെ കയറി പുഷ് വരുമെന്ന് അറിയില്ല. മോനെ ടീക്സിന് ഹണ്ട് ഓടിച്ചടി ഡോട്ട് കയറി അടിക്കുന്നു. മോനെ കാണുന്നു. മോനെ അതിനപ്പുറത്തുനിന്നുള്ള ഒരു കളിയാണ് നമ്മുടെ ഡോട്ടും പിള്ളേരാണ്. അതിലൂടെ നമ്മുടെ ഹണ്ട് പിള്ളേരും വരുമ്പോൾ ഹണ്ട് മോൻ ലെഗൽ അടിക്കുന്നത്. മോനെ ഡോട്ട് മോനെ മുകളിൽ കയറിപ്പുണ്ട്. അതിലൂടെ പിള്ളേർ മുകളിൽ കയറി പുഷ് ചെയ്യുന്ന അറിയില്ല. എന്തെങ്കിലും ഐസും പിള്ളേർ ഗൺ റീലോഡ് ചെയ്ത് കയറി പുഷ് ചെയ്യുന്നു. അത് ഗണ്ണും റീലോഡ് ചെയ്തുള്ള ഒരു കിടക്കൻ പുഷ് നമുക്ക് കാണാൻ പറ്റാത്ത മുകളിൽ ഡ്രിങ്ക് ഒക്കെ അടിച്ചുകൊണ്ടുള്ള മുകളിൽ ശ്രമമാണ്. എന്തെങ്കിലും മോനെക്സ് ടെക്കിൽ തന്നെ നമ്മുടെ മോഡെക്സുമായി വരും നോക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ മോഡെക്സിന് പിള്ളേരാണ്. എന്തെങ്കിലും കട്ടേക്ക് സ്മോക്ക് വരുന്നത്. ഇവിടെ ലെഗൽസ് ഉണ്ട്. ഇതിൽ മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും അടിപൊളി മോനെ ഐസ് അടിക്കുന്നു. മോനെ അടിക്കുന്നു. ഐസാണ് വരുന്നത്. എല്ലാവരെയും ഐസ് രണ്ടുപേരുടെയും പക്ഷെ മോനെ ലോങ് റേഞ്ച് അടുത്ത് അടിപൊട്ടുന്നുണ്ട്. പക്ഷേ ഇത് കൺഫേം ഓടിച്ചടി വരുന്നുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ ഐസ് ഇവിടെ മോഡെക്സിന് മൊത്തം സിക്ക് അവിടെ നോക്കുന്നു. സിക്ക് മോനെ വരുന്ന അടിക്കുന്നു. മോനെ കൊടുക്കുന്നു. മോനെ ടെക്സ് ഹണ്ടാണ്. ഹണ്ടിനിട്ട് കിട്ടും. ഹണ്ടിന് മോനെ ഇനാരുണ്ട്. നമ്മുടെ വിസാർഡുണ്ട്. DXNS വിസാർഡും വന്ന് അടിമേടിക്കുന്നില്ല. എന്തായാലും എല്ലാവരും റൂഫിൽ വന്ന് അടിമേടിക്കുന്നു. പിന്നെ നമ്മുടെ ടോക്കിയോ കാണുന്നു. അടിക്കുന്നു. തീർക്കുന്നു. ഇല്ല തീർക്കുന്നില്ല. ഇനി ടെക്കിലും ഇനി ആര് തീർക്കുന്നു കണ്ടറിയാൻ ടെക്കിലൂടെ നിന്ന് ബാനേജ് അടിക്കുന്നു. ടെക്കിലയുടെ കാര്യം ഏതാണ്ട് തീരുമാനം പിന്നെന്താ ബ്രോ ഒരു മിനിറ്റ് ഇപ്പം എന്തെങ്കിലും കളിക്കാൻ എന്തായാലും ഇവിടെ നോക്കാം ഗൈസ്. അപ്പോൾ TXNസിനുള്ളൊരു മോട്ടെക്സിനുള്ളൊരു നല്ല റെഡി വന്നു. അവിടെ പെയിൻ ഗെയിമിംഗ് വന്നിട്ട് പെയിൻ ബ്രോ ബിഗ് ഷോട്ട് ബ്രോ എന്തായാലും T-Voice അവിടെ തീർത്തുണ്ട്. ഇപ്പം പറയാം ഒരു മിനിറ്റ് ഇവിടുത്തെ ഫൈറ്റ് ഒന്നും ഇപ്പോൾ ഇതിലായിട്ട് നല്ല തീരുമെന്ന് വിചാരിക്കാം. എന്തായാലും ഇവിടെ എന്താ നമ്മുടെ പക്ഷേ മുകളിൽ രണ്ട് നോക്കണ്ട ഓൾറെഡി. എന്തായാലും തൊട്ട് നമ്മുടെ ടെക്കിൽ ഇനി ആരെന്തെങ്കിലും കണ്ടറിയാം. ടെക്കിലിട്ട് ചുറ്റും ആളുകളാണ്. അതെ രണ്ട് ഭാഗത്ത് മോട്ടെക്സ് കളിച്ചിട്ടും വളയുന്നുണ്ടെങ്കിൽ മോട്ടെക്സിൽ പക്ഷേ രണ്ട് ടീമാണ്. സോ സീറ്റാറിക്കൽ വണ്ടി നിന്നൊക്കെ വീണ്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. നമ്മുടെ പൊച്ചിങ്കിൽ അടി ഇതിലൊരു തീരുമെന്ന് വിചാരിക്കാം. സോ പ്രിംറോസ്കി നോക്കണം. നമ്മുടെ മാൻ പിള്ളർ അടിച്ച് പഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മുടെ പെയിൻ ഗെയിമിംഗ് വന്നിട്ട് പെയിൻ ഗെയിമിന് ഒരു ബിഗ് ഷോട്ടോടെ എന്തായാലും കാണുന്നവരൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് പോകുക. എല്ലാവരും അവിടെ പോയി ജസ്റ്റ് ഒന്ന് പോയി പുള്ളിയുടെ ചാനലൊക്കെ ഒന്ന് കാണാം. പുള്ളിയുടെ ചാനൽ കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പിന്നെയും പുള്ളിയുടെ പുതിയ വീഡിയോകൾ വന്നാലും നിങ്ങൾക്ക് കാണാൻ വേണം. എന്തായാലും നമ്മുടെ പെയിൻ ഗെയിമിന് ഒരു ബിഗ് ഷൗട്ടോട് ഇവിടെ തൊട്ട് നമ്മുടെ ആരാണ് സിക്കാണ്. സിക്കോടിൻ്റെ സിക്ക് എന്തായാലും നോക്കാം. സിക്കോട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. എന്താ അറിയില്ല പുള്ളി ഉദ്ദേശം. പ്രശ്നത്തോട്ട് നമ്മൾ ഓൻ L4D ഒരു നേരിട്ടെടുക്കാൻ അറിയില്ല. L4D പിള്ളേരോടെ എന്തായാലും മോഡ്ചാറ്റാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും കുറേ പേര് പടയുണ്ട്. സോ ഗൈസ് മോഡെക്സ് വരും. നമ്മുടെ ടെക്കിലുടെ കാര്യം എന്താകുമെന്ന് കണ്ടും പറയണം. കാരണം ടെക്കിലൊരു എന്തായാലും നോക്കാം. ഓൾചാറ്റ് ബോയ്സ് മോനെ സിക്ക് ഒരു നേരിട്ട് എടുക്കും. അത് ഇവിടെ നമ്മുടെ TXN മോനെ ഒരു നേരിട്ട് എവിടേക്ക് ഇട്ടിട്ടുണ്ട്. നേരിട്ട് അത് സ്മോക്കാണ്. അതെ സ്മോക്ക് കിട്ടുന്നുണ്ട്. മോനെ L4D നമ്മുടെ ലെഫ്റ്റ് ഫോർ ഡെത്തിൻ്റെ പിള്ളേർ എന്തെങ്കിലും കയറി പുഷ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും പിള്ളേരോട് കയറി പുഷ് ചെയ്യുമെന്ന് വിചാരിക്കാം. എന്തായാലും ടെക്കിൽ ഒരു നെയ്ഡ് കുക്ക് ചെയ്ത് അങ്ങോട്ട് തന്നെ തീരാവുന്ന പ്രശ്നമാണ്. എന്തായാലും നെയ്ഡ് കുക്ക് ചെയ്യാൻ നെയ്ഡില്ലെന്നുകൊണ്ട് മോനെ ഡാർക്കിനുള്ള റേറ്റിനുള്ള ഒരു മാറ്റി പൊട്ടിക്കുന്ന ഡാർക്ക് വേഴ്സ് നമ്മുടെ ടേസ്റ്റ് മെല്ലെ നെക്സാണ് തീർത്താണോ. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സോൾ തന്നെ മോനെ റേറ്റിൻ്റെ കാസ്പറിനുള്ളവരോട് ഉണ്ട്. എന്തായാലും തൊട്ട് താഴെ നമ്മുടെ തൊട്ട് തന്നെ ഡാർക്ക് സോൾ മോനെ ഓട്ടബിളാണ്. പിള്ളേരെ തീർത്തു വിടുന്നുണ്ട്. എന്തായാലും ഇവിടെ നല്ലൊരു അടികൾ എവിടേക്ക് പോടുന്നുണ്ട്. മോനെ ഇവിടെ നോക്കാം. വിഷൻ ഈ ബീം നമ്മുടെ സീറ്ററാണ്. ഓക്കെ ഈ പേര് മൊത്തം നമ്മൾ അടിപൊട്ടാൻ ഞാൻ. കാരണം നമ്മുടെ ഈ വിഷൻ ഈ ബീം പിള്ളേരും ഒരു സൈഡിൽ നമ്മുടെ ബിഗ് ഗെയിം പിള്ളേരുണ്ട്. എന്നാലും ബിഗ് ഈ പേര് മൊത്തം മണ്ണേ സാധ്യത പരസ്പരം പോരാടത്തി ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. എന്തായാലും നോക്കുന്നുണ്ട്. നമ്മുടെ UMP ഒക്കെ ചെറുതായിട്ട് നോക്കുന്നുണ്ട്. UMP നോക്കുമ്പോൾ ആരെങ്കിലും കാണുമില്ലെന്നറിയില്ല. എന്തെങ്കിലും കാണുന്നൊരു മെസ്സേജ് അയക്കുക ബ്രൂസ്. അത് ഇതുപോലൊരു മെസ്സേജ് അയച്ചു. ബിഗ് ഷോട്ട് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ പൊച്ചിങ്കിൽ അടി തീരും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും പൊച്ചിങ്കിലേക്ക് എല്ലാവരും ഇനി വന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമ്മുടെ ബിഗ് ഗെയിം എത്തി. അതിൽ ഇവിടെ ചെറിയ രണ്ട് ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്. മോനെ നല്ല ടാഗാണ്. അത് വണ്ടിയാണ് അവരെ വണ്ടി. നമ്മുടെ സ്വന്തം ഈ ബിയുടെ വണ്ടികൾ എന്തെങ്കിലും അടിച്ചു പിടിക്കുന്ന ശ്രമമാണ്. ഊസിക്കിട്ട് ഇനി അടുത്ത ഊസിയാണ് മോനെ ഊസിക്കിട്ട് അടിക്കുന്നത്. മോനെ വണ്ടി പുകയ്ക്കാൻ ശ്രമമാണ്. വണ്ടി പുകഞ്ഞോന്നറിയില്ല. എന്തായാലും നമ്മുടെ ഈ ബിയുടെ മുത്തുമണി എന്തെങ്കിലും നോക്കുന്നത്. മോനെ കൊടുക്കുന്നു. മാക്സ് പെയിൻ അടിച്ച് നോക്കുന്നു മോനെ. പക്ഷേ തിരിച്ചൊരു 2 ബുള്ളറ്റ് മാത്രം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഒരു 10 ബുള്ളറ്റ് കൊടുക്കുന്നു. നമ്മുടെ സ്വന്തം മാഡ് ബോയ് മോനെ നൈസായിട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയായിട്ട് L4D അടിക്കുന്നു. കൊമ്പൻ പിള്ളേരോട് അടി തുടങ്ങിയിട്ടുണ്ട്. അതെ പൊച്ചിങ്കിൽ അടി ബാക്ക് ടു ആക്ഷൻ ആണ്. കാരണം പിള്ളേരൊക്കെ ഒന്ന് നോക്കാൻ കിട്ടുന്നുണ്ട്. അതിൽ
മോനെ അടിപൊളി L14 അടിച്ച് തീർക്കുന്നു നമ്മുടെ മോഡെക്സിൻ്റെ ജവാനും ഒക്കെ മായയും പിള്ളേരും മോഡെക്സിൻ്റെ നെക്സസ് ഉണ്ട് നെക്സസ് കൂടി ഉണ്ട് നെക്സസ് മോനെ ചാടി ഇറങ്ങുന്നു നമ്മുടെ മോഡക്സിന് അതിൽ മോഡക്സ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മോഡക്സിന് നെക്സ്റ്റ് ക്രോസ് ഉണ്ട് നെക്സസ് ക്രോസ് കയറി പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ TXNസിൻ്റെ ടെക്കിയിൽ അവിടെ കിടപ്പുണ്ട് അതിൽ പുള്ളി എന്തെങ്കിലും കണ്ടറിയാം ഇവിടെ നോക്കാം ഇവിടെ മോനെ കൊടുക്കുന്ന അടി കാണുന്ന അടിക്കുന്ന നോക്കിടുന്നതിലും ഒരു നോക്ക് രണ്ട് നോക്ക് അത് ഒരേ സമയം നമ്മുടെ സിക്കും പിള്ളേരും കയറി അടിച്ച് പഞ്ഞിട്ടുണ്ട് അത് മോഡക്സ് സിക്കാണ് സിക്ക് നമ്മുടെ നെക്സസ് ക്രോസിന് പിള്ളേരും അടിച്ച് പഞ്ഞിട്ടുണ്ട് നൈസായിട്ട് വൈപ്പ് ചെയ്യുന്നത് നമ്മുടെ മോഡക്സിന് പിള്ളേരും മാഡ് ബോയ് ഈബിന് മുത്തുമണീസ് അവിടെ അങ്ങോട്ട് കിട്ടും അങ്ങോട്ട് നോക്കുകളിട്ട് കളിക്കുന്നതാണ് അവിടെ ഒരു രണ്ട് നോക്ക് അത് ഈ നോക്കുകൾ പൊങ്ങാ തലപ്പൊക്കുമ്പോൾ തന്നെ അടിച്ചോ ഓട്ടേക്ക് വിടുന്നുണ്ട് നമ്മുടെ സ്വന്തം മാഡ് ബോയ് നമ്മുടെ മിനിയുണ്ട് നല്ലൊരു കിടിലം കളികൾ കളിക്കുന്നുണ്ട് ലോങ് റേഞ്ച് അടിയുണ്ട് മാത്രം റബ് എടുക്കാൻ പറ്റുന്നില്ല ഗ്രൂട്ട് സർ അത് നോയ്സി പോയിട്ട് T20 പിള്ളേർ എന്താണ് കാണിച്ചത് റേറ്റിൻ്റെ പിള്ളേർ അടി കൊണ്ട് പടമായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ മച്ചൻ കയറി വന്നിട്ടുണ്ട് മോനെ പൊട്ടയ്ക്ക് കാഴക്കടിക്കുന്നതിൽ മോഡെക്സ് മായവനും മോനെ അടിക്കുന്നു ടെക്കിലും ഒറ്റയാൾ പറയുന്നു ഇതിൽ മോഡെക്സിന് സിക്കൊണ്ട് മോനെ ടെക്കിയിലെ മോനെ ഒരു നോക്ക് ഇട്ടതാണെന്ന് അറിയില്ല അത് നോക്കിടുമ്പോൾ അത് 8 നോക്ക് കൺഫേം വരുമ്പോൾ സിക്ക് വരുന്നുണ്ട് മോനെ കയ്യിലൊരു UMP ആണ് മോനെ കാണുന്നു അടിക്കുന്നു തീർക്കുന്നു ഇല്ല ടക്കീല തീർത്തില്ല മോനെ ടക്കീല അവസാന നിമിഷം കാത്തിരുന്ന് അതേ അവസാന നിമിഷത്തിനടി കാത്തിരുന്ന് അടിച്ച് തീർക്കുന്നു നമ്മുടെ ടക്കിയാണ് അത് TXNസിൻ്റെ ടക്കീല ഒരു നൈസായിട്ട് കളിക്കുന്നു അതെ രണ്ട് ടീം തമ്മിൽ ഫൈറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ആട്ടം തൊലിട്ട ചെന്നൈ എന്ന് പറയും കാരണം രണ്ട് ആട്ടുകൾ തമ്മിൽ പോരി മുറുകിയപ്പോൾ അവസാന നിമിഷം വേറെ വെയിറ്റ് ചെയ്ത് എന്തായാലും മടി തീർക്കുമ്പോൾ നമ്മുടെ ഇൻവിക്ടീസിൻ്റെ പിള്ളേരെ കയറി ആരൊക്കെ പഞ്ഞിടുന്നത് ഇൻവിക്ടീസ് എവിടെയാണ് ഓക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ജോർജ് പുള്ളി നമ്മുടെ ഇൻവിക്ടീസ് കൂടി നമ്മുടെ അയോണാണ് അയോണ്ട് പിള്ളേരുണ്ട് അതെ മോനെ വീഴുന്നു സൈക്കോ മോൻ ഇൻവിക്ടീസ് മസൂദിൻ്റെ ഇവിടെ തിരിച്ചൊരു നോക്ക് ഇടുന്നത് മിട്ട് നോക്കുകളെല്ലാം കൺഫേം ചെയ്ത് നോക്കുന്നില്ല ഇവിടെ നോക്കും ഇവിടെ നമ്മുടെ ടൈഫോൺ നോക്കുന്നുണ്ട് ടൈഫോൺ നോക്കുന്നത് മോനെ മാക്സ് പെൻ വിഷ്ണിപ്പിനോട് അടിച്ച് നോക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നേടുകൾ വാരിക്കൂരി എറിയുന്നുണ്ട് അതിൽ മോനെ 8 നേട് കൊടുക്കുന്നുണ്ട് സൈക്കോ വരുമ്പോൾ മോനെ ഇൻവിക്ടീസിൻ്റെ പിള്ളേർ എന്തായാലും നല്ല ടാഗുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൂരി കൊടുക്കുന്നത് ഇവിടെ റബ്ബിടിക്കാൻ പറ്റുന്നറിയില്ല എന്തായാലും അവിടെ റബ്ബിടിക്കാൻ എത്തുന്നുണ്ട് നമ്മുടെ മോനെ കിട്ടുന്നു മസൂദിന് മോനെ ടൈഫോൺ ഒരു ഹെഡ് ഷോട്ട് പക്ഷേ റബ്ബിടുക്കുന്നു ഫിക്കോ എത്തിയത് നമ്മുടെ ഫിക്കോ വൈറ്റ് എത്തുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വൂൾഫി വൈറ്റ് ഉണ്ട് വൂൾഫി വൈറ്റ് ഇവിടെ ചാടിയോട് കയ്യിലൊരു DP നടക്കുമ്പോൾ അവിടെയും എവിടെയും നോക്കൾ മാത്രമാണ് എന്തായാലും ഇൻവിക്ടീസ് കിഷോറിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് കാരണം പുള്ളി നോക്കാന്നുണ്ട് അതെ പുള്ളി നോക്കണം നമ്മുടെ ഇൻവിക്ടീസിൻ്റെ മുത്തുമണി കട്ടക്ക് ചെയ്യാനാണ് കാരണം പറഞ്ഞല്ലോ ഇനി അവരിലാകെ 2 പേർ മാത്രമാണ് അത് നെട്ടൂരിൻ്റെ മാത്രമാണ് മസൂദും നെട്ടൂരിൻ്റെ എന്താകുന്നത് ഞാൻ സെറ്റായി എത്തിയില്ല എന്തായാലും പ്രിംറോസ്കിൽ അടി കാണിക്കുന്നതെന്ന് പക്ഷെ പറ്റിയില്ല കാരണം കോച്ചിങ്ങിൽ ഒരു 4-5 ടീം ഒരുമിച്ചിറങ്ങി നല്ലൊരു കൂട്ടപ്പറിച്ചിലായിരുന്നെങ്കിലും ഇവിടെ നമ്മുടെ സൈക്കോ ഇവിടെ നോക്കുമ്പോൾ നെട്ടൂരിൻ്റെ മുകളിലുണ്ട് നെട്ടൂരാനെ സ്പോട്ട് ചെയ്യുന്ന അറിയില്ല നെട്ടൂരാനെ കണ്ടിട്ടില്ല നെട്ടൂരാൻ വേണ്ടി ഒരു നേടിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം എന്തെങ്കിലും മോനെ കൊടുക്കുന്നുണ്ട് നേടി ബുക്ക് ചെയ്യുന്നുണ്ട് അതെ ഓക്കെ ഫ്ലോർ മാറിപ്പോയിട്ടുണ്ട് നൈസ് നമ്മുടെ സൈക്കോ ചുമ്മാ ചന്നം പിന്നെ നേടൊക്കെ ഇരുന്നുണ്ട് എന്തായാലും മാഡ് ബോയ് സീറ്റ് അത് പാൻ ഫൈറ്റാണ് പിള്ളേരോട് പാനോണ്ട് അടിച്ച് തീർക്കുന്നുണ്ട് എന്തായാലും മോനെ കൊടുക്കുന്ന മോനെ നമ്മുടെ നെട്ടൂരാണ് മസൂദാണ് ഓക്കെ മസൂദാണ് എന്തായാലും പിള്ളേർക്ക് ഫിക്ക് കയറി പുഷ് ചെയ്യുന്നല്ലോ ഫിക്കോട് പുഷ് ചെയ്യുമ്പോൾ മോനെ കൊടുക്കുന്ന നെട്ടൂര നല്ല ടാഗ് കൊടുക്കുന്നത് മോനെ ആക്കിയാണ് കൊടുക്കുന്ന 6 ടാഗാണ് നമ്മുടെ മോനെ ആക്കിയതിന് 6 കിട്ട് അടിക്കുകയാണ് നമ്മുടെ ഫിക്ക് നൈസ് ഞാൻ പോലും അടിക്കില്ല എന്തായാലും അടിച്ച നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തുടങ്ങിയ മിക്കവാറും നമ്മുടെ ടോപ്പ് ഫ്ലോറിലെത്തും അതാണ് ആക്കിയത് മോനെ എന്തായാലും നേടുകളൊക്കെ കാര്യമില്ല കാരണം ഇവിടെ നെട്ടൂരാനൊക്കെ ഇവിടെയാണ് പക്ഷേ നെട്ടൂരാനുള്ളൊരു ഒപ്പീനിയായിട്ട് ഇറങ്ങുന്നത് നെട്ടൂരാൻ വേണ്ടിയുള്ള നേട് വരുമ്പോൾ അത് കൊടുക്കുന്നു കാണുന്നു സൈക്കോണ്ട് എന്തായാലും നേടുകൾ വാരിക്കൂരി എറിയുന്നുണ്ട് എന്തായാലും നോക്കാം നമ്മുടെ മോനെ കാണുന്നത് കൊടുക്കുന്ന അടിക്കുന്നു അത് ടൈഫോൺ കൊടുക്കുന്നുണ്ട് ടൈഫോൺ അത് കട്ടക്കിൽ ഇറ്റുമായിട്ട് നമ്മുടെ നേടുകളൊക്കെ പോയിട്ടുണ്ട് നേടുകൾ താഴെ നിന്ന് പൊട്ടി അറിയുന്നത് ടൈഫോണുള്ള നേട് മോനെ കാണുന്നു മോനെ നമ്മുടെ മൊത്തം സൈക്കോ കയറി പുഷിയുമ്പോൾ മോനെ ഫിക്ക് വരുമ്പോൾ അടിക്കുന്ന മോനെ ഫിക്കാണ് എന്തായാലും നെട്ടൂരാണ് കറങ്ങടിക്കുന്നത് പക്ഷേ അവിടെ സൈക്കോറാണ് ഫിക്കുണ്ട് സൈക്കോ മോനെ മസൂദിനെ അടിക്കുന്ന മോനെ പക്ഷേ നമ്മുടെ സൈക്കോൻ്റെ ഒരു OP ക്ലച്ച് എന്ന് പറയാൻ പറ്റില്ല കാരണം പിള്ളേരെല്ലാം കൂടി വളഞ്ഞിട്ട് ഇടിക്കാറുണ്ടെങ്കിലും ഇൻവിക്ടേഷൻ പിള്ളേർ അവിടെ അടിച്ച് തീർന്നുണ്ട് നമ്മുടെ മാക്സ് പെയിനും ബിഗിബിയും പിള്ളേരും അത് പാനോണ്ട് അടിച്ച് പെട്ടിക്കുണ്ട് ഇപ്പോൾ വിഷ്ണു പിരും പിള്ളേരും കാര്യം ഏതാണ്ട് തീരുമാനിക്കേണ്ടത് ഇവിടെ വിഷ്ണു പിരും പിള്ളേരും അടിച്ച് പെട്ടിക്കുണ്ട് നമ്മുടെ ബിഗിയും പിള്ളേരോടുണ്ട് അത് പിള്ളേർ അടിച്ച് കയറി പുഷ് ചെയ്ത് അടിച്ച് തീർത്തുണ്ട് അതിൽ ഇവിടെ കാര്യം ഏതാണ്ട് സെറ്റിലായിട്ടുണ്ട് നോക്കാം നമ്മുടെ മാൻ ജോക്കർ മോട്ടക്സ് ഉണ്ട് ദൂരെ തന്നെ 0 റെസ്പെക്ട് പിള്ളേർ അവിടെ റെഡ് സോണിൽ തന്നെ ഉണ്ട് എന്തായാലും ഇവിടെ മാൻ ജോക്കർ മാത്രമാണോ അത് മാൻ ജോക്കർ മാത്രമല്ല മാൻ ജോക്കർ ഉണ്ട് നമ്മുടെ ഈസി ഉണ്ട് തൊട്ടടുത്ത് നമ്മുടെ മോട്ടക്സിൻ്റെ ജയർച്ചും പിള്ളേരുണ്ട് അതിലും പിള്ളേർ അവിടെ ഇങ്ങോട്ട് കയറി പുഷ് ചെയ്യുന്നില്ല അത് മിക്കവാറും അത് അങ്ങോട്ട് കയറി പുഷ് ചെയ്യുമ്പോൾ പിള്ളേർ മിക്കവാറും വഴി വെച്ച് അടിച്ചിടാൻ ചാൻസ് അതിൽ ഇവിടെ ഓക്കെ സ്പോട്ട് ചെയ്യുന്നറിയില്ല ഓക്കെ മോട്ടക്സിൻ്റെ ഗോഡ് പിച്ചിട്ട് നോക്കുന്നുണ്ട് അവിടെ ആയിരുന്നു പക്ഷെ അവിടെ കൊച്ചിങ്ങിക്കൊക്കെ വരാൻ പറയാനുണ്ട് കൊച്ചിങ്ങിലുള്ളത് നമ്മുടെ ടെക്കില് മാത്രമാണ് എന്താണ് ടെക്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ TXNസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാണുന്നവർക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഓൾ ചാറ്റ് ഓഫ് ചെയ്യാൻ പറയേണ്ടതാണ് കാരണം വേറെ നല്ല അറിയാലോ ചെയ്യണോ എന്തായാലും ഇവിടെ നമ്മുടെ മോഡക്സ് പ്ലേസും പിള്ളേരോട്
ഇവിടെ നമ്മുടെ LNX ഉണ്ട്. ഇവിടെ LNX ആണ്. LNX ഉണ്ട് ഇവിടെ നൈസായിട്ട് മോനെ കൊടുക്കുന്ന ഒരു ടാഗ് നമ്മുടെ വിഷ്ണീപിക്കും പിള്ളേരാണ്. വിഷ്ണീപിക്കും പിള്ളേർ എന്തൊരു വണ്ടിയോട് കൊണ്ട് പറഞ്ഞിട്ട് മോനെ നോക്കാം അവിടെ മുക്കി ഇവിടെ അടികൾ പൊടുന്നുണ്ട്. ഓക്കെ മോനെ നോക്കുന്നുണ്ട് എന്തായാലും നെയ്ഡുകളൊക്കെ വാരി എറിയുന്നുണ്ട് എന്തായാലും നമ്മുടെ മോനെ അവിടെ ആരെങ്കിലും നോക്കുന്നുണ്ട്. മോനെ അടിക്കുന്നു. മോനെ മാക്കാണ് മാക്സ് 05 ഉണ്ട്. അതിൽ ബിഗ് ഈബ് കണ്ടിട്ടുണ്ട്. ബിഗ് EB അതെ മുകളിൽ നമ്മുടെ മാക്സ് പേരാണ്. ദൂരെയാണ് എന്തായാലും മാക്സ് പേൻ വരുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ LNX അടിച്ചോട്ടേക്ക് നല്ല ഇവിടെ തൊട്ടടുത്താറാണ് നമ്മുടെ ഒക്കെ നമ്മുടെ സീറ്ററുണ്ട് കാരണം ഇന്ത്യയിലും വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ LNX മോനെ അടിക്കുന്നു. നോക്കാക്കുന്നു നമ്മുടെ മാക്കിന് നോക്കേണ്ടത്. ഇവിടെ നമ്മുടെ സീറ്ററിനെ കയറി പുഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും വെട്ട് നോക്കുന്നില്ല കൺഫേം ശ്രമം ചാടി കൊടുക്കുന്നു. മോനെ അവിടെ നമ്മുടെ ബിഗ് ഈബിനെ അടിച്ച് നോക്കുന്നു. നമ്മുടെ മുത്തോണി എന്തായാലും ബിഗ് EBയോടെ ചാടിയോടി വരുമ്പോൾ തന്നെ അടിച്ച് നോക്കാൻ നമ്മുടെ റീപ്പർ പിള്ളേരാണ്. നോയെ കാണുന്നു അടിക്കുന്നു. എന്തായാലും ഇവിടെ ഓക്കെ ഗൈസ് എന്തായാലും ഇവിടെ സപ്രസർ കൂടെ നല്ല ചാമ്പുന്നുണ്ട്. എന്തായാലും ഇവിടെ 8 നോക്കളൊക്കെ എന്തെങ്കിലും കണ്ടറിയാം. എന്തായാലും മോനെ ഒരു ചാടിയോടി ഉള്ളിൽ കയറാനുള്ള ശ്രമമാണ്. എന്തായാലും ഇവിടെ നോക്കുന്നവർ മുകളിലേക്ക് ചാടി കയറുമ്പോൾ നമ്മുടെ LNXന്റെ പിള്ളേർ എന്തായാലും മുകളിലാണ്. മുകളിൽ എന്തായാലും LNX ഇവിടെ ഉണ്ട്. LNXന്റെ പിള്ളേരുണ്ട്. LNX മോനെ ചാടി വരുന്നുണ്ട്. LNX വരുമ്പോൾ LNX തീർത്തുവിടുമോ എന്തായാലും LNX പിന്നിൽ നിന്ന് വരുമ്പോൾ അത് ഇവിടെ കുളിച്ചിരിക്കുന്നത് നമ്മുടെ റീപ്പറോട് കിടക്കുന്നുണ്ട്. റീപ്പറോടെ കെട്ടെന്ന് നോക്കുമ്പോൾ അത് ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ആൾക്കാരെ കാണുന്നില്ല. എന്തായാലും കോർണറിലായിട്ട് കാണുന്നില്ല. നമ്മുടെ റീപ്പറാണ്. റീപ്പറോട് വിളിച്ചിരിക്കുന്നുണ്ട്. റീപ്പറിനെ കയറി പുഷ് ചെയ്യുമ്പോൾ അത് റീപ്പറുണ്ട്. റീപ്പർ ഇവിടെ കാത്തിരിക്കുന്നു. റീപ്പർ മോനെ കണ്ണ് കാണത്തുന്നത് മാത്രമാണ് എന്തായാലും മോനെ ADP അതിന് മോനെ തീർക്കുന്നത് നമ്മുടെ സ്വന്തം മാക്സ് പേനാണ്. മാക്സ് പേൻ എവിടെ നിന്ന് അടിച്ചു ഓട്ടേക്കുന്നത്. ഓക്കെ കൈ സപ്പോർട്ട് നോക്കാം. ഇവിടെ നമ്മുടെ റീപ്പർ വന്നിട്ട് തിരിച്ചു പോയി കാരണം പറഞ്ഞ റീപ്പറിന് കാണാത്തോണ്ടാണ്. ഇവിടെ നോക്കാം LNXന്റെ മാക്കുണ്ട്. മാക്ക് ഓടിൻ്റെ റിട്ടേൺ നോക്കാതെ മാക്കിൻ്റെ റവൊക്കെ അപ്പം തന്നെ എടുത്തിട്ടുണ്ട്. സോ താഴെ നോക്കാം. താഴെ നമ്മുടെ സീറ്ററുണ്ട്. മോൻ ഇവിടെ റീപ്പർ മിക്കവാറും നമ്മുടെ സീറ്ററിന് ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ സീറ്ററോ നോക്കാം. സീറ്ററോ താഴെ ബിഗിൻ താഴെ മോൻ ഇവിടെ ആരാണ് ആരൊക്കെ തമ്മിൽ എവിടേക്ക് അടിപെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂരി ഉണ്ട്. ഫ്യൂരി മോനെ സീറ്ററിന് ഓടിച്ചിട്ട് മോനെ അടിക്കുന്നുണ്ട്. അതിൽ മോനെ അവിടെ നമ്മുടെ ബിഗ് പിള്ളർ ഉണ്ടെങ്കിൽ ബിഗ് പിള്ളർ നൈസായിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മോനെ ഒരു നെയ്ഡ് കുക്ക് ചെയ്തുകൊണ്ട് അത് വരുന്ന വഴി മൊത്തം നെയ്ഡുകളൊക്കെ വാരി നമ്മുടെ ബിഗ് അവിടെ നിന്ന് ഓടുന്നുണ്ട്. മോനെ മാക്സ് പെയിൻ്റെ പിള്ളേർ എല്ലാവരും കട്ടയ്ക്ക് മുകളിൽ തന്നെയാണ്. റൂഫിലൊക്കെ ഉണ്ട്. റൂഫിലൊക്കെ മോനെ കയറി അടി താഴേക്ക് പുഷ് ചെയ്യാൻ അറിയില്ല. എന്തായാലും താഴേക്ക് പുഷ് ചെയ്യാണ്ടിരിക്കുക. അത് എല്ലാവരും മുകളിലാണ്. നമ്മുടെ സീറ്റർ മാത്രമാണ് നടുവിലുള്ളത്. നടുക്കളത്തിൽ സീറ്റ് നമ്മൾ കൊടുക്കുന്ന നെയ്ഡ് എന്തായാലും നെയ്ഡിൽ മോനെ ഫ്യൂരിയാണ്. ഫ്യൂരിക്ക് കയറി അടിക്കുന്നു. ഫ്യൂരി വീഴുന്നു. മോനെ അടുത്ത പ്ലെയർ അത് കയറി ഒളിച്ചിരുന്ന സ്ഥലത്തിൽ കൊണ്ടുവരുന്ന എന്തെങ്കിലും പിള്ളേർ കയറി അടിക്കുന്നുണ്ടെന്നാലും ഇവിടെ താഴേക്ക് നോക്കാം. മോനെ 8 നോക്കളെല്ലാം കൺഫേം ചെയ്യുന്നത് നമ്മുടെ LNX ആണ്. പക്ഷേ LNXന് മുത്തുമണി എവിടെയാണ് നോക്കാം. മോൻ LNXന്റെ നമ്മുടെ APR ആണ്. നമ്മുടെ റീപ്പർ മോനെ റീപ്പറിന് അടിച്ച് നോക്കുന്നത്. ഇനി LNX ആരാണ് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ട് നമ്മുടെ LNXന്റെ മോനെ ചാടി വരും. നമ്മുടെ LNXന്റെ കിഡിനെ കൂടി അടിച്ച് പഞ്ഞിക്കിട്ടുണ്ട്. നമ്മുടെ ബിഗ് കൊള്ള നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അത് മച്ചാവരത് ഓൾറെഡി ഒരു നോക്കി കൊണ്ടായിരുന്നു. പക്ഷേ ഇവിടെ DP മത്സരം മാൻഡുള്ളവരും എവിടേക്ക് അടിപെടുന്നത് അതുകൊണ്ട് നോക്കാം. നമ്മുടെ റേറ്റും ഫാൽക്കും തമ്മിലൊരു അടിപെടുന്നുണ്ട്. കാരണം തൊട്ടുമ്പിൽ റേറ്റിൻ്റെ ഓക്കെ നമ്മുടെ ഫാൽക്കിൻ്റെ ഇവിടെ വണ്ടിയെ കൊണ്ട് മോനൊക്കെ കിടിലും പാർക്ക് ചെയ്ത് റേറ്റിനുള്ള ഫാൽക്ക് അടിക്കുന്നു. 2 നോക്ക് 1 2 നോക്കുന്നില്ല. ഇതിൽ ഫാൽക്ക് ഒരു റേറ്റിന് ഡീസൻ്റ് അടിക്കുന്ന ഇവിടെ ഒരു നോക്ക് നമ്മുടെ ആൽഫയും വേണ്ടിയുണ്ട്. എന്തായാലും ഒരു നെയ്ഡ് ഒരു നെയ്ഡ് അതെ ഓരോ നെയ്ഡ് പറഞ്ഞാൽ തന്നെ ഒരു നെയ്ഡ് കുക്കുന്നത് നമ്മുടെ ഫാൽക്ക് ഒരു നെയ്ഡ് കുക്കുന്നുണ്ട്. ഈ നെയ്ഡ് പക്ഷേ എങ്ങോട്ടൊന്നും കണ്ടറിയണം. അത് നെയ്ഡ് മര്യാദയ്ക്കാണെങ്കിൽ എന്തായാലും ഒരു നോക്ക് ഉറപ്പാണ്. എന്തായാലും നെയ്ഡ് കുക്ക് ചെയ്യുന്ന നെയ്ഡ് മോനെ കാസ്പറിനാണോ അത് എവിടേക്കാണെന്നറിയില്ല. എന്തായാലും ഒരു നെയ്ഡ് അവിടെ നിന്ന് വരും വിചാരിക്കും. മോനെ കൊടുക്കുന്ന ഒരു നെയ്ഡ് വരുന്നുണ്ട്. നെയ്ഡ് എത്തുന്നില്ല. അതെ നെയ്ഡ് അവിടെ നെയ്ഡിൻ്റെ ദൂരം പോരായിരുന്നു. എന്തായാലും ആൽഫയുടെ കാര്യം എന്താകും നിൽക്കേണ്ടത്. ആൽഫയുടെ റബ്ബർ മോനെ കിട്ടും. ജേക്കർ നെറ്റിൽ അടിച്ചിടുന്നുണ്ട് നമ്മുടെ റീത്തിൻ്റെ കാസ്പർ മോനെ. ഇനി എന്തായാലും 2 പേര് നോക്കിയിടുമ്പോൾ നമ്മുടെ ഇവിടെ മോനെ ബിഗ് ഈവിനെ ടെക്കിലേക്ക് അടിച്ച് 2 പേര് അടിച്ച് പഞ്ഞിട്ടുണ്ട്. എന്തായാലും മോനെ ചുറ്റും ചെന്ന പിന്നെ സ്മോക്കിൽ വാരി വരുന്നുണ്ട്. TXNS അവിടെ ടെക്കിലോട് ഒറ്റ മോനെ സൈഡിലൂടെ ടെക്കിലോട് നമ്മുടെ മാക്സിനെ അടിക്കുന്നു. മോനെ ടാക്കിയില്ല. പക്ഷേ നമ്മുടെ സീറ്റർ മോനെ കറങ്ങി നിന്ന് അടിക്കുന്നുണ്ട്. എന്തായാലും പിള്ളേർ മോനെ വട്ടത്തിൽ നമ്മുടെ ഫാൽക്കൺ അടിക്കുന്നുണ്ട്. ഫാൽക്കൺ അന്ത്യം അവിടെ തീരുന്നുണ്ടെങ്കിൽ മോനെ നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ TXNS ഓക്കെ സീറ്ററിനോട് വന്നിട്ട് സീറ്ററോട് നോക്കാം. സീറ്ററോട് മാത്രമാണ് അത് മാക്സ് പെയിനും പിള്ളേരും കയറി അടിച്ച് പഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്കിലുടെ കാര്യം വേദനത്തിനുണ്ട്. ഇവിടുത്തെ നമ്മുടെ ബിൽഡിങ്ങിൽ മോനെ 0 റെസ്പെക്ട് പിള്ളേരാണ് മൊത്തം. മോനെ ഹെയിലിൻ്റെ പിള്ളേർ എവിടെയാണ് ഹെയിലെവിടെ ഓക്കെ ഗൈസ്. അപ്പോൾ അത് D4U MD MA നമ്മുടെ ഹെയിലിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. സോ ഗൈസ് അത് മോനെ തീർക്കുന്നു. ഒന്നായി തീർക്കും നമ്മുടെ ഹെയിലാണ്. ഹെയിൽ versus MRന് പിള്ളേർ MRന് ഹിജാസ് അവിടെ നിന്ന് MRന് ഹിജാസ് അവിടെ ചുറ്റും വട്ടം നേരം കളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹെയിലിൻ്റെ ഷാഡോ അടിച്ചിരുന്നു. നമ്മുടെ MR പിള്ളേർ മോനെ കയറി അടിക്കുന്നുണ്ടല്ലോ. ഹെയിലിന് ഇനി ബ്രോഫിറ്റ് മാത്രമുണ്ട്. ബ്രോഫിറ്റ് ആണ് ഓക്കെ ബോഫമെറ്റ് മാത്രമാണ് അതിൽ കയറി വരുന്നുണ്ട്. മോനെ ഒരു നെയ്ഡ് ഒരു നെയ്ഡ് ഹിജാസിൻ്റെ ഒരു നെയ്ഡ് മാത്രമാണ് എന്തെങ്കിലും കയറി ഇറങ്ങുന്ന മോനെ അടിക്കുന്നു തീർക്കുന്നു. എന്തൊരു ഹിജാസ് നമ്മുടെ ഹെയിലാണ്. ഹെയിൽ പക്ഷേ ഹെയിലിന് വൈപ്പ് നമ്മുടെ MR ആണ്. എന്തായാലും മോനെ മച്ചനെ നിന്നടിക്കാറുന്നത് എല്ലാവരും അങ്ങോട്ട്. പക്ഷേ ഒരു ലോഡ് പെട്ടികളുണ്ട് നമ്മുടെ ഹിജാസ് ഒറ്റയ്ക്കുള്ള നമ്മുടെ ഹിജാസിന് തീർക്കാൻ നമുക്ക് ആർക്കൊന്നും പറ്റില്ല. എന്തായാലും നമ്മുടെ MRൻ്റെ ഹിജാസ് മാത്രം അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ ഹെയിലിൻ്റെ പിള്ളേർ അവിടെ പെട്ടി കിടക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു കിടലിലൂട്ട് പോയി നമ്മുടെ MRൻ്റെ ഹിജാസ് അവിടെ വെയിറ്റ് ചെയ്യുന്ന മോനെ ഇവിടെ 0 റെസ്പെക്ട് നോക്കാം.
ഇവിടെ എന്തെങ്കിലും നല്ല രീതിയിൽ അടികൾ കൂടുന്നുണ്ട്. നമ്മൾ ഇവിടെ വരാം നമ്മുടെ മോട്ടക്സിൻ്റെ ബ്ലേസും പിള്ളേരോട് ഇവിടെ നമുക്ക് പാട്ടൊക്കെ ഓടി പോകുന്നത് എങ്ങോട്ടാണ് അവർ നല്ല കിടിലും വണ്ടിയും കൊണ്ട് ട്രിപ്പ് മോഡിൽ വന്നത്. ഇതിൽ നല്ല കിടിലും കോമ്പൗണ്ട് ഹോൾഡ് ചെയ്യാനുള്ള ശ്രമമാണ്. എന്തായാലും വേറെ പ്രശ്നമില്ല. ഫിക്കോൻ്റെ പിള്ളേരോട് ഡ്രോപ്പിൻ്റെ അടുത്താണ് ഇവിടെ നോക്കാം. സീറോ റെസ്പെക്ട് M4 എല്ലാവരും അത് കട്ടയ്ക്ക് സ്കൂളിലേക്ക് കണ്ണുമൂന്ന് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ചുമ്മാ പതുക്കെ മന്ദം പഠിച്ച് പൊട്ടിക്കുന്നത് സിംഗിൾ ടാപ്പിട്ട് അടിച്ച് പൊട്ടിക്കണം നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ഇവിടെ വേറെ പ്രശ്നമില്ല. സോ സീറോ റെസ്പെക്ട് തൊട്ടടുത്ത് നമ്മുടെ സീറ്റാണ് കാസിലുണ്ട് പിള്ളേർ എന്തെങ്കിലും തൊട്ടടുത്തുണ്ട്. സീറോ റെസ്പെക്ടിൻ്റെ പിള്ളേർ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീറ്റ ജോക്കർ മോനെ നമ്മുടെ സീറ്ററുണ്ട് നോക്കിയിട്ട് സീറ്ററുണ്ട് തല അവിടെ കാണാൻ വേണ്ടി നമ്മുടെ സീറ്റ ജോക്കറോട് വരുന്നത്. പക്ഷേ കയ്യിലൊരു AW ആണ്. അത് AW ഒരു ചെറിയ കണ്ടായിരുന്നു. നമ്മുടെ നീന്തി കിട്ടുന്ന നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീറ്ററുണ്ട് ഒരു നല്ലൊരു കിടലൻ ടാഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും സീറ്ററുണ്ട് ഇവിടെ ചാടിയോടെ എങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ നല്ല പണി പാടുന്ന അറിയുന്നുണ്ടായിരിക്കും. എന്തായാലും മച്ചം വന്ന് പയ്യെ ലൂട്ടുകളൊക്കെ ഇടുന്നുണ്ട്. അതിന് പയ്യെ എന്താകുമെന്ന് കണ്ടറിയണം നമ്മുടെ സീറ്ററോണിൻ്റെ കളികൾ. സോളോ വേഴ്സസ് സ്ക്വാഡാണ് ഇനി സീറ്ററോൺ. അതുപോലെ തന്നെ നമ്മുടെ സീറോ റെസ്പെക്ട് നമ്മുടെ സ്വന്തം തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം ഓക്കെ നമ്മുടെ സീറ്റർ പിള്ളേർ സ്പോട്ട് നമ്മുടെ ഹിപ്നോ പിള്ളേരുടെ തൊട്ടടുത്ത് തന്നെ വീഴുന്നത്. അതിലൂടെ നോക്കാൻ ഇവിടെ ഒരു അടിപൊട്ടാൻ ചേരുന്നുണ്ട്. ഓക്കെ ഇവിടെ നമ്മുടെ ആരാണ് ഓക്കെ സീറ്റ വേഴ്സസ് സീറോ റെസ്പെക്ട് അടിപൊട്ടാം. ഏത് നിമിഷം പൊട്ടാം. എന്തായാലും തൊട്ടടുത്തോട് റേറ്റിനുള്ള വണ്ടി മുമ്പ് ഇവിടെ നേടൊക്കെ വാരിക്കോരി എറിയുന്നുണ്ട്. നമ്മുടെ സീറോ റെസ്പെക്റ്റാണ് പിള്ളേരോട് നേടൊക്കെ വാരി എറിയുന്നുണ്ട്. നമ്മുടെ ഹിപ്നോ നേടൊക്കെ വാരി എറിയുമ്പോൾ അവിടെ എന്തുണ്ടാകും ഒരു സീറ്റ് റീഗലിനെ കണ്ടുണ്ടോ. റീഗൽ തൊട്ടടുത്തുണ്ട്. റീഗൽ മോഹൻ ഇവിടെ നല്ലൊരു കിടിലാണ്. ഹിപ്നയ്ക്ക് സുഖമായിട്ട് ഒരു നേടിൽ തീർക്കുക നമ്മുടെ റീഗലിൻ്റെ അവിടേക്ക് 2 നേട് പ്രതീക്ഷിച്ചത് എറിഞ്ഞു. പക്ഷേ എന്താകുമെന്ന് കണ്ടറിയണം. ഗുയിസ് അത് ടൈം എടുക്കുന്നുണ്ട്. സോ ഇനി വെറും 8 ടീമും 26 പേരുമുണ്ട്. എന്തായാലും 8 ടീം 26 പേരും ഈ കുഞ്ഞ് സോണമാണ്. എന്തായാലും ഇവിടെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. എല്ലാവരും നല്ല കട്ടയ്ക്ക് ഗ്യാപ്പിലൊക്കെ ഉണ്ട്. സോ മോഡെക്സിൻ്റെ പ്ലേസ് വണ്ടിയും കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും മതി നമ്മുടെ റേറ്റിനുള്ളവരെ കണ്ടിട്ടുണ്ടോ കണ്ടു. ചെറിയ വണ്ടിയാണ് ഉണ്ടാവും. എന്തെങ്കിലും പിള്ളേരോട് നൈസായിട്ട് വലിയുന്നുണ്ട്. റേറ്റിൻ്റെ പിള്ളേരോടുണ്ടായിരുന്നു. റേറ്റിൻ്റെ പിള്ളേരെ കണ്ട് ചാടി ഓടുന്നുണ്ട്. നമ്മുടെ മോട്ടക്സിൻ്റെ എങ്ങോട്ട് പോകുമെന്ന് ഓടി അറിയത് വട്ടം ചുറ്റുമ്പോൾ ഇവിടെ ഇനി എവിടെയാണ് നമുക്ക് സ്ലോട്ട് നമ്പർ 1 നമ്മുടെ സ്വന്തം റൊസക്കിൻ്റെ അടുത്തുള്ള കോമൺ റൊസക്കിൽ നമ്മുടെ അയോൺ ഫിക്കും പിള്ളേരുമുണ്ട്. ഇവിടെ MRC ഹിജാസ് അവിടെ നിന്ന് എങ്ങനെയൊക്കെ നമ്മുടെ സ്കൂൾ വഴി വരുന്നുണ്ട്. എന്തെങ്കിലും അവരുടെ കാര്യം ഏതാണ്ട് തീരുമാനമുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ ഇവിടെ നോക്കാം. നമ്മുടെ റേറ്റിൻ്റെ ഹോപ്പാണ്. ഹോപ്പ് എന്താണെന്നറിയില്ല. ഒരു ഹോപ്പിലാണ്ടിരിക്കുന്നത്. അത് എനിക്കും ഒരു ഹോപ്പില്ല. എന്താകുമെന്ന് കണ്ടറിയാൻ കൂടി സാധ്യത. ഇവിടെ ഞാൻ വെയിറ്റിംഗ് ആണ്. എന്താ വെട്ടിങ്ങിൽ അടിപൊട്ടാൻ വേണ്ടിയിട്ട് അവനെ കിട്ടുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ഹോപ്പാണ്. ഹോപ്പിനിട്ട് നല്ല ചാമ്പ്. ഓക്കെ സ്ലോട്ട് നമ്പർ 1 ആണ് നമ്മുടെ മുത്തുമണീസ്. ഓക്കെ റേറ്റാണ്. റേറ്റിൻ്റെ പിച്ചും പിള്ളേരുമാണ്. നല്ല പിള്ളേർ നല്ല ചാമ്പ് ചാവുന്നുണ്ട്. ഡാബ്സ് ആയാലുണ്ട്. സൈബാലക്സ് ആണ് നമ്മുടെ ഡേവിഡും ഉണ്ടെന്നില്ല. സ്ലോട്ട് നമ്പർ 1 നല്ല കിടിലം കളികൾ കളിക്കുന്നുണ്ട്. ഇവിടുന്ന് ഓരോരോ ബുള്ളറ്റുകൾ പായിക്കുന്നുണ്ട്. ആരടിയനെ ഡാബ് സൈനാണ്. ഓക്കെ സൈനാണ് നമ്മുടെ സീറ്റ് ജോക്കറിട്ടാണ് ഓരോരോ ബുള്ളറ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആക്കിയമിൽ ഫോറക്സ് ഇട്ട് ഓരോരോ ബുള്ളറ്റുകൾ ആദ്യം കാറിനിട്ടടിക്കുന്നത്. കാറിന് നല്ല രീതിയിൽ ലോങ് റേഞ്ച് അടിക്കാൻ നോക്കുകയാണ് നമ്മുടെ സ്വന്തം ഡാബ് സൈനാണ്. അതിൽ കാർ അടിച്ച് ഓടിക്കാൻ ശ്രമമാണ്. പക്ഷേ പിന്നിലൂടെ വരുന്ന മോനെ അയ്യൻ്റെ പിള്ളേരാണ്. അയ്യൻ ഫിക് കംപ്ലീറ്റ് ജീപ്പ് കൊണ്ട് പോകുമ്പോൾ മോനെ ജീപ്പിന് അടി കിട്ടാൻ അറിയാം. പിള്ളേർ മോനെ അടി കിട്ടുന്ന അയ്യൻ്റെ പിള്ളേർ കിട്ടുന്ന നല്ല വണ്ടി പുകഞ്ഞിട്ടില്ല. വണ്ടി പുകയില്ല. അപ്പം എന്തെങ്കിലും പിള്ളേർ കിട്ടുന്ന പക്ഷേ പിള്ളേർ കൊണ്ട് കയറാൻ നമ്മുടെ റേറ്റിന് പിള്ളേർ അവിടെ റേറ്റ് മോനെ വണ്ടി മറിച്ചിടുന്നുണ്ട്. മോനെ റേറ്റിന് പിള്ളേർ കയറിയിരിക്കുന്നു. റേറ്റിനുള്ള കയറിയിരിക്കുന്നു. മോനെ പണിപ്പാളി മോനെ റേറ്റിൻ്റെ ഹോപ്പ് നല്ല ടാഗുകൾ കൊടുക്കുന്നുണ്ട്. മുതൽ മോനെ കാണുന്നു അടിക്കുന്നു. എന്തായാലും നമ്മുടെ അയ്യൻ്റെ പിള്ളേർ മോനെ അടിക്കുന്നില്ല. നമ്മുടെ അയ്യൻ്റെ ടൈഫോൺ മാത്രം മോനെ ടൈഫോൺ അവിടെ ക്യാസ്പർ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹോപ്പർ നേട് ബുക്കിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ നേടുകളൊക്കെ വാരിക്കൽ കൊടുക്കുന്നുണ്ട്. ടൈഫോൺ അടിച്ച് നോക്കുന്നുണ്ട്. ഫിക്കോൻ്റെ ഒറ്റയാൾ പോരട്ടം. ഫിക്കോൻ്റെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് ക്ലച്ച് കാണാതെ ഒരു നേട് അവിടെ കിടന്ന് കയറുന്നുണ്ട്. നേട് മോനെ അത് നേടുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതേസമയം തന്നെ റബ്ബർ എടുക്കുന്നുണ്ട്. അതിൽ ഇവിടെ പിള്ളേർ കയറി ഒരു മോനെ നേടുകളത് ഹൈൻസ് അയക്കുമ്പോൾ തീരുന്നു മോനെ. ഇനി ഫിക്കോക്കിന് എന്തെങ്കിലും വോൾഫിർ ഓഫായിട്ടുണ്ട്. ഫിക്കോഡ് മോനെ നിന്ന് റേറ്റിൻ്റെ ഹോപ്പിനോട് ഡെവലപ്പിംഗ് മോനോട് ചന്ദ്രൻ്റെ സ്മോക്ക് വാരി വരുന്നുണ്ട്. മോനെ നമ്മുടെ ക്യാസ് റേറ്റിൻ്റെ പിള്ളേർമാരെ കയറി കയറി പുഷ് ചെയ്യുന്നുണ്ട്. നൈസ് ആയിട്ട് പിന്നെ അത് റേറ്റിൻ്റെ ടേബിൾ ഒരു സൈഡ് കറങ്ങി വരുമ്പോൾ അത് അവിടെ നമ്മുടെ റേറ്റിനുള്ള റേറ്റിൽ ഇനി നമ്മുടെ DC മാത്രമാണ്. DC ഇവിടെ കട്ടയ്ക്കുന്ന റൂട്ടിൽ തന്നെ വെയിറ്റുമ്പോൾ മോനെ ഇവിടെ പണികളി ഇവിടെ തന്നെ ഫിക്കോ നമ്മുടെ പിള്ളേർമാർ ഇവിടെ ഫിക്കോ വീണ്ടിരിക്കുന്നു. അത് ഫിക്കോ അല്ല നമ്മുടെ വോൾഫാണ്. ഫിക്കോ പിള്ളേരുണ്ട്. മോനെ ഇവിടെ ആരൊക്കെയാണ് വേണ്ടി ചാടി ഇറങ്ങുന്നതൊക്കെ എല്ലാവരും വയലക്കണത് പിള്ളേർ ആ ഫിക്കോ അടിച്ചു മോനെ ടേബിൾ അവിടെ തീർക്കും. നമ്മുടെ ഫിക്കോൻ്റെ പിള്ളേർ പക്ഷേ ഇവിടെ നമ്മുടെ റേറ്റിൻ്റെ പിള്ളേരും തീർക്കുന്നുണ്ട്. സോ അതെ ഒരേ സമയം 2 ടീമുകളിൽ ഒരു സ്ഥലത്ത് വെച്ച് വൈപ്പാക്കുന്നത് നമ്മുടെ അയോണ്ട് പിള്ളേർ നമ്മുടെ റേറ്റിൻ്റെ പിള്ളേരുമാണ്. എന്തായാലും പിള്ളേരെല്ലാം കട്ടയ്ക്ക് നല്ല രീതിയിൽ അടിച്ച് പഞ്ഞിക്കിട്ടുണ്ടെങ്കിലും ഇവിടെ കുറേ പെട്ടികളുണ്ട്. എന്തായാലും നമ്മുടെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സ്ലോട്ട് നമ്പർ 1 നമ്മുടെ റേറ്റിൻ്റെ നമ്മുടെ അവൈലബിലിറ്റി വേണം. നമ്മുടെ ഹിപ്നോട് നോക്കിടുന്നുണ്ടെങ്കിലും ഹിപ്നോട് നോക്കിയിട്ട് പ്ലാനിട്ട് നോക്കുന്നതിലും കൺഫേം ചെയ്യാൻ അറിയില്ല. എന്തെങ്കിലും പിള്ളേർ ഇവിടെ മച്ചയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഹിപ്നയ്ക്ക് ഒരു നേരിട്ട് തീർക്കാൻ പറ്റുമോ? അതെ ഒരു നോക്കിട്ടല്ല എന്തെങ്കിലും നൈസായിട്ട് കയറി പുഷ് ചെയ്യുന്ന കാര്യമുള്ളൂ. പക്ഷേ ഒരു നേരിട്ട് അതേപോലെ ചാടി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഹിപ്ന ചാടി ഇറങ്ങി അത് കയറി പുഷ് ചെയ്യുന്നത്. പക്ഷേ തിരിച്ച് കയറുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ശരിയല്ല. അത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആകുമ്പോൾ അവിടെ പിള്ളേർ റീഗൽ നിന്ന് റബ്ബെടുത്തുണ്ടെന്നാൽ റീഗൽ അവിടെ ജോക്കറിൻ്റെ റബ്ബെടുക്കുന്നുണ്ടെങ്കിലും പിള്ളേരുടെ ഇനി
പക്ഷെ പിന്നിലൂടെ വരുന്നു നമ്മുടെ സ്വന്തം മോഡെക്സ് ആണ്. മോഡെക്സ് അത് പയ്യെ എങ്ങോട്ട് പോകണം എന്നറിയാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സീറ്റർ നമ്മുടെ സീറ്റർ പിള്ളേർ ഓയിലേക്കാണ് പോകുന്നത്. മിക്കവാറും സീറ്റർ പിള്ളേർ അടിച്ച് പണിക്കുന്നുണ്ട്. മിക്കവാറും സീറ്റർ പിള്ളേർ വണ്ടി കാണുന്നു. പക്ഷേ ഇടിച്ച് കയറ്റുന്നത് നമ്മുടെ സ്വന്തം മോനെ നമ്മുടെ സീറോ റെസ്പെക്റ്റിൻ്റെ അവിടെ കയറും. മതി സീറോ റെസ്പെക്റ്റിൻ്റെ റൂഫിലേക്ക് കയറുന്നു. മോൻ എന്തെങ്കിലും കാണുന്നുണ്ട്. മോനെ ഇവിടെ ഹിറ്റ് പിള്ളേർ മതി വൈക്കം പിള്ളേരോട് വെയിറ്റുന്നുണ്ട്. വൈക്കം പിള്ളേരോട് എൻ്റെ മോനെ കയ്യിൽ ലൂസിയുമായി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നു കയറുന്നു. അടിക്കുമ്പോൾ അറിയില്ല എന്തെങ്കിലും ഉണ്ട്. നേടുകൾ വാരിക്കൂരി അറിയില്ല. മോനെ ഇവിടെ പണി പാടിയിട്ട് മോനെ താഴി ചാടുന്നുണ്ട്. താഴി ചാടുമ്പോൾ ഇവിടെ എന്തെങ്കിലും മോനെ ഹിപ്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹിപ്നെ മോനെ മോനെ ഇവിടെ എന്താണ് അടികൾ. മോനെ താനോസിനെ അടിച്ചിടുന്നുണ്ട്. താനോസ് വീഴുന്നുണ്ട്. നമ്മുടെ സീറോ റെസ്പെക്ട് താനോസ് അവിടെ വീണ്ടുണ്ട്. എന്തായാലും റെബെടുക്കാൻ അവിടെ ആളുണ്ട്. അതിനോട് മോഡെക്സ് ഹിറ്റിന് എല്ലാവർക്കും അടിക്കുന്നുണ്ട്. എന്തായാലും മോനെ ചാടി ഇറങ്ങുമ്പോൾ താഴെ മോനെ കൊടുക്കുന്നവരുടെ ബുള്ളറ്റ് വീഴുമ്പോൾ അവർക്ക് വീണ്ടും മോഡെക്സിൻ്റെ ബ്ലേസ് മാത്രം വീഴുന്നത്. ഹിപ്ന വീഴുന്നുണ്ട്. വൈക്കോപ്പിൽ നിന്ന് അടിച്ച് തീർക്കുന്നുണ്ട്. മോഡെക്സിൻ്റെ അടിച്ചിരുന്നത്. മോനെ തീർത്ത് വിടുന്നുണ്ട്. നമ്മുടെ മോഡെക്സിൻ്റെ ഗോഡപ്പിന് പിള്ളേർ എന്തായാലും മോനെ താഴെ നമ്മുടെ റേറ്റിൻ്റെ അതിൽ താഴെ താഴെയുള്ള ഒരാളെ മോനെ റിവെടുത്ത് ചാടുമ്പോൾ തീർത്ത് വിടുന്നു. മോനെ അടിക്കുന്നു. മോനെ ഒരു ദിവസം രണ്ടുപേര് വൈക്ക് പക്ഷേ അവിടെ ഒരു നോക്കുന്നുണ്ട്. പക്ഷേ ഫ്രീ ഫയർ ചെയ്യുമ്പോൾ മോനെ താഴെ ചാടും. നമ്മുടെ വൈക്ക് മോനെ കട്ടലിരിക്കുന്നു. പക്ഷേ പിന്നെയും നമ്മുടെ സീറ്റ് അടിക്കുന്നുണ്ട്. സീറ്റ് അറിയില്ല പുഷ്യുമ്പോൾ അവിടെ നമ്മുടെ എം4 കയ്യിലൊരു മോനെ അടിച്ച് തീർക്കും. നമ്മുടെ സീറ്റ് നമ്മുടെ പിന്നിൽ നിന്ന് അടിക്കുന്നു. പിന്നിൽ പക്ഷേ M4 അടി ആര് വീഴും. പക്ഷേ നമ്മുടെ M4 നിഞ്ച വീണു. പക്ഷേ നമ്മുടെ അവിടെ മോനെ താനോസ് മോനെ നിന്ന് അടിക്കുന്നുണ്ട്. മോനെ ആക്സിമിൻ്റെ ബുള്ളറ്റ് ഫ്രീ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നിൽ നിന്ന് അടിക്കില്ല. അങ്ങനെ തന്നെ ഇവിടെ നേടുകൾക്ക് വാരി വരുന്നുണ്ട്. പക്ഷേ മോനെ കൊടുക്കുന്ന കയറിക്കുന്നു. നമ്മുടെ സീറ്റിൻ്റെ വയലേക്കാണ് കയറി കൊടുക്കുന്നത്. ഇവിടെ ഒരു നേട് വന്നിട്ടുണ്ട്. സോ ആ നേടിനെ അവിടെ പോയി പൊടുന്ന മോനെ പൊട്ടോ സീറ്റ്. ഓക്കെ സീറ്റിൻ്റെ പിള്ളേരുടെ സൈബാലക്സിനിട്ട് അടിക്കുന്നുണ്ട്. സീറ്റിൻ്റെ പിള്ളേർ മോനെ എന്താ അവിടെ നടന്നത് എനിക്ക് ഒരു മനസ്സിലായി. മോഡെക്സിൻ്റെ പിള്ളേർ അവസാനം രക്ഷപ്പെടുന്നത് മോഡെക്സിൻ്റെ പിള്ളേർ മാത്രമാണ്. മോഡെക്സിൻ്റെ റിട്ടേൺ ഓക്കളൊക്കെ എല്ലാം പൊങ്ങിയിട്ടുണ്ട്. മോഡെക്സ് ഗോഡപ്പിന് മാത്രം അടിച്ച് പഞ്ഞിക്കിട്ട് ബാക്കി എല്ലാവരും പൊങ്ങിയിട്ടുണ്ടതിലൂടെ മോഡെക്സിന് മൊത്തം മോഡെക്സിനുള്ളവരും നമ്മുടെ സീറ്റിൻ്റെ പിള്ളേരും തമ്മിൽ ഇവിടെ ഒരു ബിൽഡിങ്ങിൽ അടിപൊട്ടാൻ അറിയാം. നമ്മുടെ സീറ്റിൽ റെഡ് സ്മോക്കർ മാത്രം അടിക്കുന്നുണ്ട്. റെഡ് സ്മോക്കർ അവിടെ നമ്മുടെ സീറ്റിൽ ഓക്കെ ഇവിടെ മച്ചൻ AW എടുത്തിട്ട് നമ്മുടെ ഡെവിളിനും പിള്ളേരും അടിച്ച് പഞ്ഞിക്കിട്ടോണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മച്ചനോട് എന്താണ് ഇതെന്താ സ്കോപ്പ് ഓണാക്കുന്നില്ലേ? ഇതെന്താ ഓക്കെ അപ്പോൾ ഡെവിളിനോട് അടിച്ച് നോക്കാം. ഡെവിളിന് അത് മച്ചൻ എന്താ പറയുക നേരത്തെ ഗ്ലിച്ച് അടിച്ചത് ഗ്ലിച്ചുകൾ നല്ല രീതിയിൽ PUBG പുതിയ അപ്ഡേഷൻ അത് മച്ചാൻ സ്കോപ്പൊക്കെ ആണെങ്കിൽ അടിച്ച പക്ഷേ നമ്മുടെ സ്കോപ്പ് ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ ചുറ്റും സ്മോക്കൊക്കെ ആക്കിയിട്ട് മോൻ ഓടിച്ചാൽ നമ്മുടെ റേറ്റിനിട്ടടിക്കുമ്പോൾ അത് ഇനി ഒരു 4 ടീമുകൾ മാത്രമാണ് മോൻ അവിടെ അടിക്കുന്ന ഒരു സ്മോക്കിലേക്ക് പറ്റും. വെറുതെ ചന്നം പിന്നെ അടിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ മോഡെക്സിൻ്റെ പിള്ളേർ ഇവിടെ മോഡെക്സിൻ്റെ പിള്ളേർ താഴെ നമ്മുടെ മോഡെക്സ് നമ്മുടെ റീഗലുണ്ട്. മോഡെക്സ് നമ്മൾ അടിപൊളി നല്ല കയ്യിൽ M4 മോനെ അടിപൊട്ടുന്നു. മോനെ തീർക്കുന്നു. DP മോൺസ്റ്റർ സീറ്റ് ഓക്കെ സീറ്റ് റീഗൽ ചാണ്ടി വിടുന്നുണ്ട്. അതിൽ മോനെ അവിടെ തീർത്ത് വിടുന്നുണ്ട്. സോ മോഡെക്സിൽ ഇനി ആരും ചോദിക്കില്ല. മോഡെക്സിലാക്കി ഇനി ബ്ലേസ് നമ്മുടെ ചേർച്ച് മാത്രമുണ്ട്. മോനെ കൊടുക്കുന്ന അടിക്കുന്നത് പിന്നിൽ നിന്ന് മോനെ നമ്മുടെ സീട്രോൺ മോനെ സീറ്റ് റീഗലിന് അടിച്ചിരുന്നു. പിന്നിൽ നിന്ന് അടിക്കുന്നു നമ്മുടെ സീട്രോൺ. എന്തായാലും മോനെ സീറ്റിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. സീറ്റ് പക്ഷേ മോനെ നമ്മുടെ മോനെ അവിടെ നമ്മുടെ റെഡ് സ്മോക്കർ ഇട്ട് നല്ലൊരു കിടില ഹെഡ് ഷോട്ടുകൾ അതെ പൊങ്ങുന്നപ്പത്തിന് അടിച്ച് ഓട്ടയ്ക്കുന്നുണ്ട്. നമ്മുടെ റെഡ് സ്മോക്കറിൻ്റെ കയ്യിൽ AW കിട്ടിയിട്ടുണ്ടെന്നാലും നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇട്ട തലകളെല്ലാം അതെ മോനെ അവിടെ കൊടുക്കുന്ന സീറ്റ് റീഗലിന് അവിടെ കൺഫേം ശ്രമമാണ്. അതിന് അവിടെ കയറി പുഷ് ചെയ്യുന്നത്. നമ്മുടെ സീറ്റോൺ കയറി പുഷ് ചെയ്യുമ്പോൾ ആ ജോക്കർ കയറി അവിടെ നിന്ന് പണി പൊളിക്കുന്നില്ല. മോനെ പ്ലേസ് കൊണ്ട് വീഴുന്നു. നമ്മുടെ ടാബ് സൈനും പിള്ളേർ റേറ്റിൻ്റെ പിള്ളേർ ബിച്ച് മാത്രമുണ്ട്. സോ മോനെ അവിടെ പണി പളന്നു. നമ്മുടെ സ്ലോട്ട് നമ്പർ 1 മൊത്തത്തിൽ തീർക്കുന്നുണ്ട്. നമ്മുടെ സീറ്റർ പിള്ളേർ എന്തെങ്കിലും ഇവിടെ നോക്കാം. സീറ്റർ ഓൾമൈറ്റും പിള്ളേർ ഉണ്ട്. എന്തെങ്കിലും സീറ്റർ കയ്യിൽ ഫുൾ സ്കോഡ് സെറ്റാണ്. അതിൽ മുകളിൽ നമ്മുടെ പ്ലേസും പിള്ളേരുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ സീറ്ററോണും വേണ്ടത്. ഇവിടെ സീറ്ററും വെയിറ്റ് ചെയ്യും. കാരണം നോക്കാം ഇവിടെ നമ്മുടെ മോഡെക്സ് നമുക്ക് കിട്ടുന്നു. മോഡെക്സ് ബ്ലേസിന് കിട്ടുന്നുണ്ട് നല്ല ടാഗ്. അതാരാണ് നമ്മുടെ ഓക്കെ നമ്മുടെ സീറ്ററും നല്ലൊരു പണി കൊടുക്കുന്നു. സീറ്റ കേസിൻ്റെ പിള്ളേരുടെ നല്ല ചാമ്പ്യനാണ്. അതിൽ നോക്കാം നമ്മുടെ ബ്ലേസിന് കിട്ടും. പക്ഷേ നമ്മുടെ സീറ്റർ റീഗലുണ്ട്. റീഗലാണ് നേരത്തെ നോക്ക് എന്തായാലും റീഗൽ പൊങ്ങിയിട്ടുണ്ട്. വേറെ പക്ഷേ ഇട്ട നോക്കുകളൊക്കെ എല്ലാം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കാം ബ്ലേസും പിള്ളേരും മതി. മുകളിൽ ബ്ലേസും താഴെ നമ്മുടെ പിള്ളേരും മതി. തൊട്ടടുത്ത് നമ്മുടെ ജോക്കറുമുണ്ട്. എന്തായാലും ചുറ്റും ആളുകളാണ്. നമ്മുടെ മോഡെക്സ് 3 vs 4 എന്നെങ്കിൽ പറയാൻ പറ്റും നമ്മുടെ സീറ്റേക്ക്. അതുപോലെ തന്നെ സീറ്റ് നമ്മുടെ മോഡെക്സ് സീറ്റ് നമ്മുടെ സീറ്ററിനോട് വെയിറ്റ് ചെയ്യുന്നത്. സീറ്റർ മോനെ കൊടുക്കുന്ന സീറ്റർ ആർക്കിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ സീറ്ററുണ്ട് അവിടെ ജോക്കറുണ്ട് മോനെ. പക്ഷേ മോനെ ഇവിടെ ഒരു നേട് കുക്ക് ചെയ്യുന്നത്. മോനെ നമ്മുടെ നേട് കുക്കുമ്പോൾ അവിടെ പണി പളഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റും നമ്മുടെ ആകെ സോണിനകത്ത് നമ്മുടെ സീറ്റർ മാത്രമാണ്. സീറ്റർ മോനെ ഓൾമൈറ്റ് അവിടെ ചാടി വരുന്നുണ്ട്. അതെ പുള്ളി സോണിലാണ്. പുള്ളി അതിനോടൊക്കെ പോകണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവിടെ ചുറ്റും സ്മോക്ക് മോനെ കൊടുക്കുന്ന ടാഗുകൾ കൊടുക്കുന്നത്. എന്തായാലും അവിടെ നമ്മുടെ ഓൾമൈറ്റ് വാരിക്കൂരി സ്മോക്കിൽ വരുന്നുണ്ട്. ഇനി പിള്ളേർക്ക് ഒരു പുഷ് മതി. ഇനി നമ്മുടെ സീറ്റ് പുഷാണ്. അതുപോലെ തന്നെ മോഡെക്സും ഉണ്ട്. എന്തായാലും നമ്മുടെ ജോക്കർ മോനെ നമ്മുടെ AW കാണുന്നുണ്ട്. AW നല്ല താങ്കൾ നോക്കുന്നുണ്ട്.
മോനെ കിട്ടുന്ന സീറ്റ് റീഗലിൻ്റെ ഒരു കിട്ട് കച്ചിനേടിയിൽ വീഴുന്നു നമ്മുടെ മോട്ടക്സൺ അതിൽ കയറി ഇട്ടനേട് കയറി അടിക്കുന്നു വീഴും നമ്മുടെ മോനെ അടിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ മോന് നമ്മുടെ ആരാണ് ഓക്കെ ജയറച്ച് മോനെ കട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും പ്ലേസ് ഓൺ വരുമ്പോൾ നമ്മുടെ സീറ്റ് അവിടെ അടിപ്പിക്കാറില്ല. സീറ്റ് അവിടെ വിളിച്ചിരിക്കുന്നത് ഇതിൽ ഓൾമൈറ്റ് മോനെ ചന്നമ്മിനെ സ്മോക്കിലേക്ക് നേടുമ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേർ മോട്ടക്സ് ബ്ലേസ് ഓപ്പിന് അടിച്ച് തീർക്കുന്നുണ്ട്. അത് ജയറച്ച് അവിടെ പ്ലേസ് വരുമ്പോൾ മോനെ നമ്മുടെ റീഗൽ മാത്രം അവിടെ നിന്നിട്ടുണ്ട്. റീഗൽ മോനെ മുമ്പിലേക്ക് ഒരു നേട് ഒരു 3 നേട് വരയ്ക്കും. നമ്മുടെ സീറ്റ് ജോക്കറിനെ കാണുന്നു കിടക്കുന്നു അടിക്കുന്നു. ജോക്കർ അവിടെ ഉണ്ട്. ജോക്കർ മോനെ അടിക്കുന്നുണ്ട്. ജോക്കറിനെ കാണുന്നുണ്ട്. അതിന് കണ്ടിട്ടുണ്ട്. ഓനക്ക് ഇറങ്ങി വന്നടിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പോകുന്നത് സീറ്റാണ്. കാരണം അവസാന നിമിഷം അതൊന്നും ചെയ്യേണ്ടത് നമ്മുടെ സീറ്റിനുള്ള ഒറ്റയ്ക്കായി സീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് പിള്ളേർ 3 സൈഡിൽ കൂടെ വന്ന് അത് എങ്ങോട്ട് വന്നെന്ന് അറിയാതെ അവിടെ വെയിറ്റ് ആയിരുന്നു നമ്മുടെ സീറ്റ് നടന്നു. കേസ് അപ്പോൾ എന്താ റെഡ് സ്മോക്കർ അവിടെ റെഡ് സ്മോക്കർ എന്ന് പറഞ്ഞിട്ട് AW നല്ല ജാമ്പ് പറഞ്ഞു. സോ കേസ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ കൊണ്ടുപോകുന്നത് നമ്മുടെ സീറ്റ് കാസിൻ്റെ പിള്ളേരാണ്. അത് ജോക്കറും പിള്ളേർക്ക് നൈസായിട്ട് 4-2 8 കില്ലുമായി കൊണ്ടുപോകുന്നുണ്ട്. തൊട്ട് നമ്മുടെ ഈ മുത്തോടിച്ചാണ് 4-3 9 കിലോ മുത്തോട്ട് മോട്ടക്സാണ് 3 കിലോ വരുന്നത്. 4 നമ്മുടെ അവിയൽ ടീമാണ്. സ്ലോട്ട് നമ്പർ 1 ആണ്. 3-2-5-2 7 കിലോ വരുന്നത്. 5 നമ്മുടെ 0 റെസ്പെക്റ്റിലുള്ള 2 കിലോ വരുമ്പോൾ 6 നമ്മുടെ അയോണ്ട് പിള്ളേരുടെ 4 കിലോ വരുന്നത്. 7 നമ്മുടെ റേറ്റിനുള്ള 3-2-5-2 7 കിലോ വരുന്നത്. 8 കിലോ നമ്മുടെ MR പിള്ളേരുടെ 2 കിലോ വരുന്നത്. 9 നമ്മുടെ ഹെയിലിൻ്റെ പിള്ളേർ 3 കിലോ വരുന്നത്. 10 നമ്മുടെ ഹോളോറിൻ്റെ പിള്ളേരുടെ 0 കിലോ വരുന്നത്. 11 നമ്മുടെ TXNസിനുള്ള 6-3